കൃഷ്ണായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങളോട് നീ ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, ഞങ്ങളെ രക്ഷിക്കണമേ. തുടർന്നാൽ രാജ്യവും ശക്തിയും മാത്തും നയിക്കും നിനക്കുള്ളതാകുന്നു. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. വാഴ്ത്തപ്പെടാനാകുന്നു. നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. ഇന്ന് 11ാമത്തെ എപ്പിസോഡാണ്. അത് ഷിബിനാണ് എടുക്കുന്നത്. ആസ് യു നോ, അവർ എക്സാം വിൽ ബി ഓൺ 16th of this February, Sunday. അതിന് ടൈം കൊടുത്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഏതെങ്കിലും എപ്പിസോഡ് കുറച്ചുകൂടെ ക്ലാരിറ്റി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഗ്രൂപ്പിൽ ജസ്റ്റ് യു ക്യാൻ റിക്വസ്റ്റ്. അപ്പോൾ അത് എടുത്ത ആളുടെ നോട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിലും ചെയ്യാൻ സാധിക്കും. സോ നമുക്ക് അപ്പോൾ ഇന്ന് ആദ്യത്തെ എപ്പിസോഡ് തുടങ്ങാം. സോ ഷിബിൻ, യാ. ഹലോ എവരിബഡി, എന്നെ കേൾക്കാവോ? കേൾക്കാം. 1 2 3 4. ഓക്കെ, എല്ലാവരും കഴിയുന്നവരൊക്കെ ഒന്ന് വീഡിയോ വരുവാണെങ്കിൽ നല്ലതായിരിക്കും. നമുക്ക് വീഡിയോ എടുത്താൽ ക്ലാസ് എടുക്കുന്നവർക്ക് ഒരു ഫീൽ ഉണ്ടാവും. ഓക്കെ, അപ്പം ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത് നമ്മുടെ താങ്ക് യു ഫോർ എവരി കമ്മിങ് ഇൻ വീഡിയോ. നമ്മുടെ എപ്പിസോഡ് 11 ആണ്. അപ്പം നമ്മൾ നേരത്തെ ചെയ്ത സെബാസ്റ്റ്യൻ കുറ്റ്യാനിക്കൽ അച്ഛൻ്റെ ക്ലാസ് തന്നെയാണ് ഇനിയും കണ്ടിന്യൂയിങ് അപ് ടു 15. ഓക്കെ, അപ്പോൾ ആ ചാപ്റ്റേഴ്സ് എല്ലാം അച്ഛൻ്റെയാണ് വെച്ചിട്ടാണ്. നമ്മൾ നേരത്തെ ഓൾറെഡി കണ്ടിരുന്നു. നമ്മുടെ ഫസ്റ്റ് ടു 11 ചാപ്റ്റേഴ്സ് ഓഫ് ജെനസിസ് അത് ഹിസ്റ്റോറിക് അല്ല, അതൊരു പ്രീ ഹിസ്റ്റോറിക് എന്ന് പറഞ്ഞൊരു ഇതാണ്. അപ്പം അതിൻ്റെ അകത്ത് പല സിംബോളിക്കായിട്ടും അങ്ങനെയുള്ള പല കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മളൊന്ന് മനസ്സിൽ വെക്കുന്ന ആ കോണ്ടെക്സ്റ്റ് ഒന്നുകൂടെ റിമൈൻഡ് ചെയ്യുന്നില്ല, കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞതാണ്. അപ്പോൾ ഈ എപ്പിസോഡ് 11 നമ്മൾ മെയിനായിട്ട് വരുന്നത് ജെനസിസ് ചാപ്റ്റർ 3 ടു ചാപ്റ്റർ 11. ജെനസിസ് ഉൽപ്പത്തി 3 തൊട്ട് 11 വരെയുള്ള അധ്യായങ്ങളാണ്. അപ്പം ഇതിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു മെയിനായിട്ടൊരു 4 സംഭവങ്ങൾ, 4 ഇൻസിഡൻസ് ഇതിനകത്ത് വരുന്നുണ്ട്. ഒന്ന്, ആദ്യ മാതാപിതാക്കളുടെ പാപം, സിൻ ഓഫ് ദി ഫസ്റ്റ് പേരൻസ്. 2, കായൻ ആൻഡ് ആബേൽ. നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അത് സിൻ ഓഫ് ദ ഫസ്റ്റ് പേരൻസ് വരുന്നത് ചാപ്റ്റർ 3-ലാണ്. ചാപ്റ്റർ 4-ലാണ് കായൻ ആൻഡ് ആബേൽ വരുന്നത്. ചാപ്റ്റർ 6 to 9 നോവ ആൻഡ് ഫ്ലഡിൻ്റെ, അതായത് പ്രളയത്തിൻ്റെ എക്സ്പ്ലനേഷനാണ്. ചാപ്റ്റർ 11-ലാണ് ടവർ ഓഫ് ബാബേൽ വരുന്നത്. സോ സിൻ ഓഫ് ദ ഫസ്റ്റ് പേരൻസ്, കായൻ ആൻഡ് ആബേൽ, ഫ്ലഡ്, ടവർ ഓഫ് ബാബേൽ. ഇൻ കേസ് നിങ്ങൾക്ക് നോട്ട് എടുക്കാൻ ഉള്ള സ്പീഡ് കിട്ടുന്നില്ലെങ്കിൽ പിന്നെ അതിൻ്റെ ഇത് കാണുമ്പം എടുക്കാം, അല്ലെങ്കിൽ ഐ ട്രൈ മൈ ബെസ്റ്റ്. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക്, ഈ 4 സംഭവങ്ങളുടെ ഇടയ്ക്ക് 2-3 പ്രാവശ്യമായിട്ട് വംശാവലി പറയുന്നുണ്ട്, ലിനിയേജ് എക്സ്പ്ലനേഷൻ ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഈ സംഭവങ്ങളുടെ ഒക്കെ ഇടയിൽ കൂടെ മനുഷ്യവംശത്തിൻ്റെ വളർച്ച ആണ് അത് കാണിക്കുന്നത്, ലിനിയേജ്. ഓക്കെ, ഈ 4 സംഭവത്തിലും ഒരു കോമൺ പാറ്റേൺ പറയുന്നുണ്ട്. ഒരു കോമൺ പാറ്റേൺ ഈ 4 സംഭവങ്ങളിലുണ്ട്. ഒന്ന്, പാപം ചെയ്യുമ്പോൾ തേടി വരുന്ന ദൈവം. പാപം ചെയ്യുമ്പോൾ മനുഷ്യനെ തേടി വരുന്ന ദൈവം. നമുക്കറിയാം, ആദത്തിന്റെ ഹവ്വയൊക്കെ പാപം ചെയ്യുമ്പോൾ ദൈവം വരുന്നു. എല്ലാ കാര്യത്തിലും ഇതുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഈ 4 സംഭവത്തിലും ഇതുണ്ട്. പാപം ചെയ്യുമ്പോൾ തേടി വരുന്ന ദൈവം. 2, തെറ്റിന് ശിക്ഷ കൊടുക്കുന്ന ദൈവം, ദ ഗോഡ് ഹു പണിഷസ് ഫോർ സിൻ. 3-ാമത്തേത്, അനുതപിക്കുമ്പോൾ കരുണ കാണിക്കുന്ന ദൈവം, വെൻ വി റിപ്പന്റ്, ദ ഗോഡ് ഹു ഷോസ് മേഴ്സി ആണ് 3-ാമത്തേത്. പാപം ചെയ്യുമ്പോൾ തേടി വരുന്ന ദൈവം, തെറ്റിന് ശിക്ഷ കൊടുക്കുന്ന ദൈവം, അനുതപിക്കുമ്പോൾ കരുണ കാണിക്കുന്ന ദൈവം, ഇനി കരുണ കാണിച്ച് രക്ഷ കൊടുക്കുന്ന ദൈവം, ദ ഗോഡ് ഹു സേവ്സ്, 4th one. ഈ ഒരു പാറ്റേൺ നമുക്ക് ഈ സംഭവങ്ങളിലെല്ലാം കാണാൻ പറ്റും. ഓക്കെ, ഇനിയും നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോവാണ്. ചാപ്റ്റർ 3-ൽ നമുക്കറിയാം ആദ്യ പാപം, അതിൻ്റെ എക്സ്പ്ലനേഷൻ ഒന്നും നമ്മൾ പോകുന്നില്ല. ഒറിജിനൽ സിൻ, ആദ്യ പാപം നമുക്കറിയാം എന്താണെന്നുള്ളത്. ഇനി അതിനകത്ത് കുറച്ച് സിംബലിസം ഉണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മൾ നന്മ തിന്മയുടെ വൃക്ഷം എന്ന് പറയും. അതാണ് അവർ ഭക്ഷിച്ച് ആദം ഹവയും കഴിച്ചത്. അതായത് ദ ട്രീ ഓഫ്
ദ നോളജ് ഓഫ് ഗുഡ് ആൻഡ് ഈവിൾ. അതാണ് നന്മ തിന്മയുടെ അറിവിന്റെ വൃക്ഷം എന്ന് പറയുന്നത്. അത് ശരിക്കും തോറയുടെ ഒരു സിമ്പിളാണെന്നാണ് പറയുന്നത്. സോ ഇറ്റ് ഇസ് എ സിമ്പിൾ ഓഫ് തോറ. തോറ മീൻസ് ലോ. വി നോ തോറ മീൻസ് ലോ. പഞ്ചഗ്രന്ഥികൾക്കും തോറ എന്ന് പറയും കോമൺലി. ലോയുടെ ഒരു സിമ്പിളാണ്. അപ്പൊ ഇവർ നന്മ തിന്മകളുടെ വൃക്ഷത്തിൽ നിന്ന് എടുത്ത് ഭക്ഷിച്ചു എന്ന് പറയുമ്പോൾ വാട്ട് ദാറ്റ് മീൻസ് ഈസ് ദേ വയലേറ്റഡ് ദ ലോ. ദൈവത്തിന്റെ കൽപ്പന അവർ ലംഘിച്ചു എന്നുള്ളൊരു സിംബലിസമാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അതായത് സൃഷ്ടാവായ ദൈവത്തിനെ അവർ മറന്നു, സൃഷ്ടികളെ അനുസരിച്ചു. സാത്താൻ പറയുന്നത് പാമ്പിന്റെ രൂപത്തിൽ വരുമ്പോൾ സൃഷ്ടികളെ അനുസരിക്കുന്നു. എന്നിട്ട് ഇവർക്ക് ദൈവം കൊടുത്ത ഫ്രീ വില്ലുണ്ട്, സ്വാതന്ത്ര്യം ഇവർ മിസ്യൂസ് ചെയ്തു. സൃഷ്ടാവിനെ മറന്നു, സൃഷ്ടികളെ അനുസരിച്ചു, സ്വാതന്ത്ര്യം ഇവർ മിസ്യൂസ് ചെയ്തു. അങ്ങനെ ഇവര് ജീവന്റെ ഇതിൽ നിന്ന് ഭക്ഷിച്ചു. അപ്പൊ അവര് പാപം ചെയ്തു, അതായത് ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ചു, തോറ അല്ലെങ്കിൽ ലോ ലംഘിച്ചു എന്നുള്ളതാണ് നന്മ തിന്മയുടെ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിച്ചു എന്ന് പറയുന്നത്. ഇനിയും ബൈബിളില് പറയുന്നുണ്ട് വേറൊരു വൃക്ഷം കൂടെ ഉണ്ട്, ഏദൻ തോട്ടത്തിന് നടുക്കുണ്ട്, അതായത് നമ്മുടെ ജീവന്റെ വൃക്ഷം ഉണ്ടെന്ന് പറയും. അപ്പം ഈ ജീവന്റെ വൃക്ഷത്തിൽ നിന്നും കൂടെ അവര് ഭക്ഷിച്ച് അമർത്യരാകാതിരിക്കാൻ വേണ്ടി അവരെ ദൈവം ഈ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കണം. അപ്പൊ നമ്മളിത് കേൾക്കുമ്പോൾ വിചാരിക്കും ദൈവം എന്ത് പരിപാടി ചെയ്യുന്നത്, ഇവരെ പുറത്താക്കുവാണ്, ഇവരെ അമർത്യരാകുന്നതുകൊണ്ട് എന്താ കുഴപ്പമെന്ന് പറയും. അപ്പൊ അതിന്റെ എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് പാപത്തിന്റെ അവസ്ഥയിൽ നിൽക്കുവാണ്. അപ്പൊ പാപത്തിന്റെ അവസ്ഥയിൽ ഇവര് ഈ ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിച്ചു കഴിഞ്ഞാൽ ഇവര് ശരിക്കും നിത്യമായൊരു നാശത്തിലേക്ക് പോവാണ്. അതാണ് അമർത്യരാവുക എന്ന് പറഞ്ഞാൽ നിത്യമായ ഒരു നാശത്തിലേക്ക് പോകും. അപ്പം ഈ സിന്നിന്റെ അവസ്ഥയിൽ ഇവർക്ക് ഇത് ഭക്ഷിക്കാനുള്ളൊരു യോഗ്യതയില്ല. അങ്ങനെ ഇവര് നിത്യനാശത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി ദൈവം ശരിക്കും പറഞ്ഞ ഇവരെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയതാണ്. അപ്പം അതാണ് അതിന്റെ ഐഡിയ എന്ന് പറയുന്നത്. ഇനിയും ഈ ട്രീ ഓഫ് ലൈഫിന് 1-2 സിംബൽസ് ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ രക്ഷാകര പദ്ധതിയാണ്, ദ സാൽവേഷൻ പ്ലാൻ. ദ സാൽവേഷൻ പ്ലാൻ ആണ് ഒരു ഈ ട്രീ ഓഫ് ലൈഫിന്റെ, അതായത് ജീവന്റെ വൃക്ഷത്തിന്റെ ഒരു സിംബൽ എന്ന് പറയുന്നത്. അപ്പൊ ദൈവത്തിന്റെ സാൽവേഷൻ പ്ലാൻ യേശുക്രിസ്തുവിലൂടെ കംപ്ലീറ്റ് ആയി, നമുക്കറിയാം. അത് കഴിയുമ്പോഴാണ് നമുക്ക് ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കാനുള്ള അവകാശം കിട്ടുന്നത്. ഈ ട്രീ ഓഫ് ലൈഫിന് വേറൊരു ഇത് ക്രോസ് ആണ് പറയുന്നത്. നമുക്ക് ദുഃഖവെള്ളിയാഴ്ചത്തെ നമ്മുടെ പ്രാർത്ഥനയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ജീവന്റെ ഈശോയുടെ കുരിശ്, ജീവന്റെ വൃക്ഷം, കുരിശിനെ സൂചിപ്പിക്കുന്നു നോക്കാനുള്ള പ്രാർത്ഥന നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം ട്രീ ഓഫ് ലൈഫ് ക്രോസിന്റെ ഒരു സിംബലും കൂടെയാണ്. അപ്പൊ യേശുവിന്റെ കുരിശ് മരണത്തിൽ കൂടെയാണ് നമുക്ക് നിത്യമായ രക്ഷ വരുന്നത്, രക്ഷാകര പദ്ധതി കംപ്ലീറ്റ് ആവുന്നത്. അത് കഴിയുമ്പോഴാണ് നമുക്ക് ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കാനുള്ള അവകാശം കിട്ടുന്നത്. ഇനി എന്താണ് ഈ ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫ്രൂട്ട്സ് ഓഫ് ദ ട്രീ ഓഫ് ലൈഫ് എന്ന് പറയുന്നത് സാക്രമെന്റ്സ് ആണ്. നമ്മുടെ ക്രിസ്ത്യൻ തിയോളജിയിൽ നമ്മളതിനെ ആ കോണ്ടെക്സ്റ്റിൽ കാണുമ്പോൾ സാക്രമെന്റ്സ് ആണ്. മോർ സ്പെസിഫിക്കലി യൂക്കറിസ്റ്റ്, കുർബാന എന്നുള്ള ഇതുമുണ്ട്. കാരണം കുരിശിന്റെ ഒരു ഇതായിട്ടാണ് കുർബാന വരുന്നത്. അപ്പൊ അതാണ് ആ സിംബൽസ് നമ്മൾ മനസ്സിലാക്കുന്നത്. ട്രീ ഓഫ് ദ നോളജ് ഓഫ് ഗുഡ് ആൻഡ് ഈവിൽ, ട്രീ ഓഫ് ലൈഫ്. ഓക്കെ, ഇനിയും ദൈവം പറഞ്ഞു നിങ്ങൾ മരിക്കുമെന്ന് പറഞ്ഞു ഇത് കഴിച്ചാൽ. പക്ഷെ സാത്താൻ പറയുന്നത് നിങ്ങളിത് കഴിച്ചാൽ മരിക്കത്തില്ലെന്ന് പറയുന്നു. അപ്പൊ ഇത് രണ്ടും ഒരു തരത്തിൽ പറഞ്ഞാൽ ശരിയാണ്, പക്ഷെ സാത്താൻ അവരെ ചീറ്റ് ചെയ്യുവാണ്. കാരണം ദൈവം ഉദ്ദേശിക്കുന്നത് സ്പിരിച്വൽ ഡെത്ത് ആണ്, സാത്താൻ പറയുന്നത് ഫിസിക്കൽ ഡെത്ത് ആണ്. നിങ്ങൾ മരിച്ചു വീഴത്തില്ല, ഫിസിക്കൽ ഡെത്ത് ആണ്. അപ്പൊ അതൊരു തരത്തിൽ പറഞ്ഞ ദൈവത്തിന്റെ ആ ഒരു ഇതിനെ ഒരു ചീറ്റ് ചെയ്യുവാണ്. അപ്പൊ അതാണ് ഒരു ഐഡിയ. ഓക്കെ, ഇനിയും ഇവർ പാവം ചെയ്യുമ്പോൾ നമുക്കാണ് ദൈവം വരുന്നുണ്ട്, അപ്പത്തേനും ഇവർ പോയി മറഞ്ഞിരിക്കുവാണ്. എന്തുകൊണ്ടാണ് ഇവർ മറഞ്ഞിരിക്കുന്നത്? ബിക്കോസ് they understood that they realized that they are naked. നഗ്നരാണെന്ന് തിരിച്ചറിയും. അപ്പൊ അതെന്തുകൊണ്ടാണ് പറയുന്നതാണ്, പാവം ചെയ്യുന്നതിന് മുമ്പ് ഇവര് ശിശുക്കളെ പോലെയായിരുന്നു. they were innocent like children. അപ്പോൾ നമുക്കറിയാം ശിശുക്കൾക്ക് അവർ നഗ്നരാണെന്നുള്ളൊരു ബോധ്യം, അവർ അത്ര ഇന്നസെന്റ് ആണ്. അപ്പൊ ആ ഒരു അവസ്ഥയിലായിരുന്നു. പക്ഷെ ഈ പാവം ചെയ്ത് കഴിഞ്ഞപ്പം അവർക്ക് ആ ഇന്നസെൻസ് നഷ്ടപ്പെട്ടു. അപ്പോഴാണ് അവർ റിയലൈസ് ചെയ്യുന്നത് they are naked. അപ്പൊ അതാണ് അതിന്റെ ഒരു ഐഡിയ. പിന്നെ ഈ മറഞ്ഞിരുന്ന ഇവർക്ക് ദൈവം, നമുക്കറിയാം, നമ്മൾ പഴയ ഫോട്ടോയിലൊക്കെ കാണാം, നമ്മൾ ഇലകളൊക്കെ വെച്ചിട്ട് ദൈവം തുന്നി ഇവർക്ക് ഇവരെ വസ്ത്രം അണിയിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഈ വസ്ത്രം അണിയിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സിംബൽ ഓഫ് ദ സാൽവേഷൻ പ്രൊവൈഡഡ് ത്രൂ ജീസസ്. അപ്പൊ അതിന്റെ ഒരു മുന്നാസ്വാദനമാണ് വസ്ത്രം അണിയിക്കുന്നു പറഞ്ഞത്. അതായത് പാപത്തിലായിരുന്ന ആൾക്കാരെ സേവ് ചെയ്യുന്നതിന്റെ ഒരു സിംബലാണ് ത്രൂ ജീസസ്. ആ സാൽവേഷന്റെ ഒരു സിംബലുമാണ് വസ്ത്രം അണിയിക്കുന്നത്. ഓക്കെ, ഇനിയും ചാപ്റ്റർ 4 ഇത്രയാണ് ചാപ്റ്റർ 3. അപ്പൊ ചാപ്റ്റർ 4 നമ്മുടെ കായനും ആബേലും വരുന്നത്. അതിലേക്ക് ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. അതിൽ കൊലപാതകമാണ് മെയിൻ സിന്നെന്ന് നമുക്കറിയാം. പക്ഷെ അതിലും വലിയൊരു കാര്യം പറയുന്നുണ്ട് ദൈവം. ഈ ബലി, അതായത് നമ്മുടെ കായന്റെ ബലി സ്വീകരിക്കുന്നില്ല, ആബേലിന്റെ ബലി സ്വീകരിക്കുന്നു. അപ്പം ദൈവം പറയുന്നുണ്ട്, നിന്റെ പ്രവൃത്തികൾ ഉചിതമായിരുന്നെങ്കിൽ നിന്റെ ബലി സ്വീകാര്യമാകുമായിരുന്നു എന്ന് പറയുന്നു. അപ്പൊ ബേസിക്കലി കായന്റെ ഫസ്റ്റ് സിൻ എന്ന് പറയുന്നത് ഹിസ് ആക്ട്സ് വെർ നോട്ട് റൈറ്റ്, ഹിസ് ആക്ഷൻസ് വെർ നോട്ട് റൈറ്റ്. പ്രവൃത്തികൾ ഉചിതമല്ലാത്തതുകൊണ്ടാണ് ദൈവം
ബലി സ്വീകരിക്കുന്നത്, പിന്നെയാണ് കൊലപാതകം അതിന്റെ റിസൾട്ടായിട്ട് വരുന്നത്. അപ്പം ദൈവം പറയുന്നുണ്ട് മരണം നിന്റെ സിൻ നിന്റെ ഇതിൽ പതിയിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പം അതാണ് കായന്റെ ആബേന്റെയും സംഭവം. ഇനി അത് കഴിഞ്ഞിട്ട് മനുഷ്യകുലത്തിന്റെ വളർച്ച പിന്നെയും ഒരു വംശാവലി പറയുന്നുണ്ട്, കായന്റെ വംശാവലിയൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. ഇനി നമ്മൾ ആ നേരത്തെ പറഞ്ഞത് നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ മതി, ആ പാറ്റേൺസ് ഇവിടെ വരുന്നത്. ഫോർ എക്സാമ്പിൾ അനുഭവിക്കുമ്പോൾ, കാരണം കായൻ പറയുന്നുണ്ട് എന്നെ ബാക്കി എല്ലാവരും കൊല്ലും എന്ന് പറയുമ്പോൾ ദൈവം ഒരു മുദ്ര പതിപ്പിക്കുന്നുണ്ട് കായനിൽ. അപ്പം ദൈവം കരുണ കാണിക്കണം അവനോട്, എന്നിട്ട് അവനും രക്ഷ കൊടുക്കുന്നത്. അപ്പൊ ആ ഒരു ഐഡിയ ആണ് ഇത് വരുന്നത്. ഓക്കെ, ഇനി വേറൊരു ഐഡിയ എന്ന് പറഞ്ഞാൽ ലോങ് ലൈഫ്. ഈ നമുക്ക് ബൈബിളിൽ കാണാം ആദാം 930 വർഷം ജീവിച്ചു, അങ്ങനെ എല്ലാവരും 500, 600, 800, 900 അങ്ങനെയൊക്കെ ജീവിച്ചവരുടെ കാര്യം പറയുന്നുണ്ട്. അപ്പൊ അത് ലിറ്ററൽ ആയിട്ട് നമ്മൾ എടുക്കേണ്ടതില്ല എന്നൊരു ഐഡിയ ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞത് പ്രീ ഹിസ്റ്റോറി എന്ന് വെച്ചാൽ അതിലെല്ലാ കാര്യങ്ങളും ലിറ്ററൽ ആയിരിക്കണമെന്നില്ല. അപ്പൊ അതിനൊരു എക്സാമ്പിൾ പറയുന്നത് വെച്ചാൽ അന്നത്തെ കാലത്തുണ്ടായിരുന്ന രാജാക്കന്മാരുടെയൊക്കെ സുമേറിയൻ, മെസ്സപ്പൊട്ടേമിയൻ ഒക്കെ രാജാക്കന്മാരുടെ ചരിത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവരുടെയൊക്കെ ഹിസ്റ്ററി പറയുന്നുണ്ട് അവർ തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് ജീവിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അത് ബേസിക്കലി ഈ രാജാക്കന്മാരുടെ മഹത്വം കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ലിറ്റററി സ്റ്റൈലായിട്ടാണ് പറയുന്നത്. അതായത് ഇവർ ഒത്തിരി വർഷം, ആയിരക്കണക്കിന് വർഷം ജീവിച്ചു എന്ന് പറയുമ്പോൾ അവരുടെ ലോങ് ലൈഫ് അന്നത്തെ ഒരു ലിറ്റററി സ്റ്റൈലായിരുന്നു ആ കാലഘട്ടത്തിൽ ഇങ്ങനെ അവരുടെ മഹത്വം കാണിക്കുക. അപ്പൊ ഈ ആദി മാതാപിതാക്കളുടെയും ഒക്കെ മഹത്വം കാണിക്കുക, അവരുടെ ഒരു ഇത് കാണിക്കാൻ വേണ്ടി, ഇമ്പോർട്ടൻസ് കാണിക്കാൻ വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞേക്കുന്ന ഒരു ഐഡിയ ഉണ്ട്. ഇനി വേറൊരു കോൺസെപ്റ്റ് അതിനെക്കുറിച്ചുള്ളത് ഇവരുടെ കുലത്തിന്റെ ആയുസ്സുമാകാം. കുഡ് ബി ദ ടൈം വേർ ദർ റേസ് വാസ് ലിവിങ് ആസ് വെൽ. അതും ഒരു ഐഡിയ ഉണ്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ പോകുന്നു. ചാപ്റ്റർ 6 to 9 വരുന്നു. പാപം പെരുകുന്നു, സിൻ ഇസ് ഇൻക്രീസിങ്. അങ്ങനെ ദൈവം ഫ്ലഡ് കൊടുക്കുന്നു, ഫ്ലഡ് വരുന്നു. അപ്പം നോയെ വിളിക്കുന്നു, ആർക്ക് ഉണ്ടാക്കാൻ പറയുന്നു. അപ്പൊ 2 ട്രഡീഷൻസ് ഉണ്ട് ഇതിന്റെ. നമ്മൾ നേരത്തെ കണ്ടു 4 ട്രഡീഷൻസ് ഉണ്ട് ഓൾഡ് ടെസ്റ്റ്മെന്റിൽ, പഞ്ചഗ്രന്ഥികൾ നമ്മൾ നേരത്തെ കണ്ടായിരുന്നു. അപ്പൊ അതില് ഒരു ട്രഡീഷൻ ഈ പറയുന്നത്, 2 ട്രഡീഷൻ ഉണ്ട്. അതിന്റെ ചെറിയ പ്രൂഫ് എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ ചാപ്റ്റർ 6:13 ദൈവം പറയുന്നു ഒരു ജോഡി മൃഗങ്ങളെ എടുക്കാനാണ് പറയുന്നത്. ചാപ്റ്റർ 7 അതൊരു വേറൊരു. ഇനി ചാപ്റ്റർ 6 ദൈവം എന്നാണ് പറയുന്നത്, ദൈവം എന്നാണ് പറയുന്നത്. ചാപ്റ്റർ 7 പറയുന്ന കർത്താവ് എന്നാണ്. ഇത് രണ്ടും 2 ട്രഡീഷൻസിൽ നിന്ന് വരുന്നതാണ്. അതേസമയം ചാപ്റ്റർ 7 പറയുന്നത് 7 pairs ഓഫ് പ്യുവർ ആൻഡ് 1 pair ഓഫ് ഇംപ്യുവർ ആനിമൽസിനെ എടുക്കാനാണ് പറയുന്നത്. പിന്നെ സിന്നിന്റെ ഇതായിട്ട് പണിഷ്മെന്റ് വരുന്നു. പിന്നെ വേറൊരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഈ നോയുടെ ഇതിനു മുമ്പ് പറയുന്നത് ദൈവപുത്രന്മാരും മനുഷ്യപുത്രന്മാരും തമ്മിൽ ചേർന്നു എന്ന് പറയുന്നുണ്ട്. അതൊരു മെയിൻ ഇതായിട്ടാണ് പറയുന്നത് ഈ ഫ്ലഡിൽ പണിഷ് ചെയ്യുന്നതിന് മുമ്പ്. അപ്പൊ അതിന്റെ ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ ഇസ്രായേൽക്കാരും വിജാതിരും, ഇസ്രായേലൈറ്റ്സ് ആൻഡ് ജെന്റൈൽസ് മാരി ചെയ്യാനുള്ള ഒരു പെർമിഷൻ ഇല്ലായിരുന്നു. പക്ഷെ അവരത് വയലേറ്റ് ചെയ്ത് മാരി ചെയ്തു. ആ ഒരു ഇതാണ് ദൈവപുത്രന്മാരും മനുഷ്യപുത്രിമാരും തമ്മിൽ ചേർന്നു എന്ന് പറയുന്നതിൻ്റെ ഐഡിയ. നമുക്ക് കാണാം രാജാക്കന്മാരൊക്കെ പല വിജാതീയരെയും ഇത് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഫ്ലഡിന്റെ ഒരു മെയിൻ ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ, ഫ്ലഡും നമ്മൾ ആദ്യത്തെ ക്രിയേഷൻ വരുമ്പോൾ ദൈവം ആദ്യം മനുഷ്യനെ സൃഷ്ടിക്കുന്നു, ദാറ്റ് ഇസ് ക്രിയേഷൻ. ഫ്ലഡിൽ കൂടെ വരുന്ന എല്ലാം നശിപ്പിക്കുന്നു, ദാറ്റ് ഇസ് അൺക്രിയേഷൻ. ദെൻ ദർ ഇസ് എ റീക്രിയേഷൻ. ഫ്ലഡ് കഴിഞ്ഞിട്ട് ഒരു പുതിയ സൃഷ്ടിയായിട്ട് മാറുന്നു. കാരണം ബാക്കി എല്ലാവരും, പാവമുള്ളവരെല്ലാം നശിപ്പിക്കപ്പെട്ടു, ബാക്കിയുള്ളവർ പുതിയ സൃഷ്ടിയിലേക്ക് വരുന്നു. പിന്നുള്ളത് നമ്മുടെ 3 സൺസ് ഓഫ് നോവ, ഷേം, ഹാം ആൻഡ് യാഫെത്ത്. അപ്പൊ അതിൽ പറയുന്നത് ഇവർ 3 കോണ്ടിനെന്റ്സിലേക്ക് ഈ മനുഷ്യകുലം വ്യാപിക്കുകയാണ് ഇത് കഴിഞ്ഞിട്ട്. ഷേം ഏഷ്യ, ഹാം ആഫ്രിക്ക ആൻഡ് യാഫെത്ത് യൂറോപ്പ്. അങ്ങനെ 3 കോണ്ടിനെന്റ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഈ നോഹയുടെ ഫ്ലഡ് കഴിഞ്ഞിട്ട് ഇവരിങ്ങനെ പല കോണ്ടിനെന്റ്സിലേക്ക് വ്യാപിക്കുന്നതിന്റെ ഒരു സിമ്പിളാണ്. പിന്നെ 70 ജനപദങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഈ ലിനിയേജ് വംശാവലി പറയുമ്പോൾ 2 ടൈപ്പിൽ പറയുന്നുണ്ട്. അതായത് ചാപ്റ്റർ 5 പറയുന്നത് ഫാദർ ടു സൺ അങ്ങനെയുള്ള ഒരു ലിനിയേജ് ആണ്. ചാപ്റ്റർ 10 വരുമ്പം വെർട്ടിക്കൽ ആയിട്ടുള്ള, അതായത് ഓൾ പ്ലേസസ് റേസസിലേക്ക്, എവിടെയൊക്കെ സ്ഥലങ്ങളിൽ ഏതൊക്കെ ജാതികൾ സ്പ്രെഡ് ആയി എന്നുള്ള ടൈപ്പിലൊരു ലിനിയേജ് ആണ് വരുന്നത്. അപ്പൊ അതാണ് 2 ടൈപ്പ് ഓഫ് ലിനിയേജ് വരുന്നു. ഇനി വീണ്ടും ചാപ്റ്റർ 11 പാപം പെരുകുന്നു, പിന്നെയും പെരുകുന്നു, മനുഷ്യന് ഭയങ്കരമായിട്ട് അഹങ്കാരം വരുന്നു. അങ്ങനെ അവർ ടവർ ഓഫ് ബാബേൽ ഉണ്ടാക്കുവാണ്, ബാബേൽ ഗോപുരം ഉണ്ടാക്കുവാണ്. ബാബേൽ ഗോപുരം ഉണ്ടാക്കുമ്പോഴാണ് ദൈവം മനുഷ്യനെ ചിതറിക്കുന്നത്. എങ്ങനെയാണ് ചിതറിക്കുന്നത് നിങ്ങൾക്കറിയാം. ഒരു പല ലാംഗ്വേജ് സംസാരിക്കാണ്, ഡിഫറെൻറ്റ് ലാംഗ്വേജസ്, ദേ സ്പീക്ക് ഡിഫറെൻറ്റ് ലാംഗ്വേജസ്. അങ്ങനെ അവർ ദൈവം ചിതറിക്കുകയാണ് ബാബേൽ ഗോപുരം. അത് ചാപ്റ്റർ 11 ഇതാണ് 4ാമത്തെ സംഭവം. നമ്മൾ പറഞ്ഞു, ഒന്ന് ആദി മാതാപിതാക്കളുടെ സിൻ, കായൻ ആൻഡ് ആബേൽ. 3rd one is നോഹ ആൻഡ് ദ ഫ്ലഡ്. 4th one is ടവർ ഓഫ് ബാബേൽ. അതാണ് ചാപ്റ്റർ 11. ഇനി ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ലൈനേജും കൂടെ ഉണ്ട്, വംശാവലിയും കൂടെ വരുന്നുണ്ട്. അതായത് ഷേം തൊട്ട് അബ്രാഹം വരെ ഉള്ളൊരു വംശാവലിയും കൂടെ ഇതിന്റെ അവസാനം വരുന്നുണ്ട് ചാപ്റ്റർ 11.
അത് കഴിഞ്ഞ് നമുക്കറിയാം ചാപ്റ്റർ 12 തൊട്ടാണ് നമ്മുടെ ഏബ്രഹാം ആൻഡ് ഏർലി ഫാദേഴ്സിൻ്റെ ഇത് വരുന്നത്. അപ്പോൾ ഇതാണ് ചുരുക്കത്തിൽ. ഇനി ഒരു കോൺസെപ്റ്റൂടെ ഞാൻ പറഞ്ഞുകൊണ്ട് ഈ ചാപ്റ്ററിൻ്റെ നിർത്താം. അതായത് നമ്മുടെ ജനസിസ് 3:15 ഉൽപ്പത്തി 3:15 ഒരു രക്ഷകനെ ദൈവം വാഗ്ദാനം ചെയ്യുന്നത്. അപ്പോൾ ഈ രക്ഷകനെ വാഗ്ദാനം ചെയ്യുന്ന ആ ഒരു സംഭവത്തിന് ജനസിസ് 3:15 ഒന്ന് നോട്ട് ചെയ്തു. രക്ഷകനെ വാഗ്ദാനം ചെയ്യുന്ന ആ സംഭവത്തിനാണ് പ്രോട്ടോ എവൻഗേലിയോ എന്ന് പറയുന്നത്. നമുക്കറിയാം ഏവൻഗേലിയോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഗ്രീക്ക് വാക്കാണ്. ദാറ്റ് മീൻസ് ദ ഗോസ്പൽ, ഗുഡ് ന്യൂസ്. പ്രോട്ടോ എവൻഗേലിയോ എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം എ സേവിയർ വാസ് പ്രോമിസ്ഡ്. ബൈബിളിൽ ഫസ്റ്റ് ടൈം ഒരു സേവിയറിനെ പ്രോമിസ് ചെയ്യുന്ന സംഭവമാണ് ജനസിസ് 3:15, പ്രോട്ടോ എവൻഗേലിയോ. സോ ദാറ്റ് കൺക്ലൂഡ്സ് അവർ ചാപ്റ്റർ 11. താങ്ക് യു. വെരി ഗുഡ്. വളരെ നല്ല ക്രിസ്പി ആയിട്ട് പ്രസന്റ് ചെയ്തു ഷിബിൻ. വെരി ഗുഡ്. പ്രത്യേകിച്ച് അതിന്റെ അടുക്കോടുകൂടി എളുപ്പത്തിൽ മനസ്സിലാകുന്ന രീതിയിലും അതിന്റെ സിംബോളിസമും വാട്ട് ഡസ് ഇറ്റ് റെപ്രസെന്റ് എല്ലാം വളരെ കൃത്യമായിരുന്നു. വെരി ഗുഡ്. നമുക്ക് അടുത്ത് വരുന്നത് ആരാണ്? അടുത്ത് ജോണാന്ന് തോന്നുന്നു അല്ലെ? അഡ്ലൈഡ്. ഷിബിൻ ഇനിയും രണ്ടെണ്ണം കൂടെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലയോ? 14, 15 ഉണ്ട്. അതിനിടയ്ക്ക് 12, 13 അതിൽ ഒരാളുണ്ടാവില്ലെന്ന് പറഞ്ഞായിരുന്നു എനിക്ക്. പക്ഷെ അതിൽ ഒരാൾ റീന ഉണ്ടോ? 13. റീന പുറത്തു നിന്നുള്ള റീന. റീന റീന അതിലില്ല, ജോയിൻ ചെയ്തിട്ടില്ല. ഓക്കെ. അപ്പൊ പിന്നെ ഷിബിൻ അത് കൂടെ മറ്റേ രണ്ടെണ്ണം കൂടെ യു കണ്ടിന്യൂ. ഓക്കെ, അത് കുഴപ്പമില്ല. നമുക്ക് കണ്ടിന്യൂറ്റി മാത്രം കിട്ടുമെന്ന് അറിയില്ല. പക്ഷേ അപ്പം ചാപ്റ്റർ 14 നമ്മൾക്ക് ബേസിക്കലി നമ്മുടെ ലേവ്യരുടെ പുസ്തകമാണ് നമ്മൾ മെയിൻലി പ്രധാനമായിട്ടും കാണുന്നത്. അപ്പൊ അതിന് മുമ്പ് അച്ഛൻ ഒരു 2 ക്ലാരിഫിക്കേഷൻ ചെയ്യുന്നുണ്ട്. അതാ ഞാൻ ആദ്യം പെട്ടെന്നൊന്ന് ചെയ്യാം. ഒന്ന്, ആർക്ക് ഓഫ് ദ കവനന്റ്, വാഗ്ദാന പേടകം. അപ്പൊ ഒരാൾ ഡൗട്ട് ചോദിക്കുന്നുണ്ട്, വാഗ്ദാന പേടകം നമ്മൾ മാതാവിനെ നമ്മൾ ജപമാല പ്രാർത്ഥനയിലൊക്കെ വാഗ്ദാനത്തിന്റെ പേടകമേ എന്ന് പറയും. അപ്പൊ അതിന്റെ കോണ്ടെക്സ്റ്റ് എന്താണെന്നുള്ളതാണ്. അപ്പം അതൊന്ന് അച്ഛൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, ഞാൻ പറയാം. ഈ ആർക്ക് ഓഫ് ദ കവനന്റ് വാഗ്ദാന പേടകം ഉണ്ടാക്കിയിരുന്നത് പ്യുവർ ഗോൾഡ് കൊണ്ടാണ്, നമുക്കറിയാം. അതിന് മേളിൽ 2 ചെറൂബ്സ് ഉണ്ടായിരുന്നു. കെറൂബ്, നമ്മൾ ക്രോബേന്മാരെന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്ന ചെറൂബീംസ് ഉണ്ടായിരുന്നു. ഈ ആർക്ക് ഓഫ് ദ കവനന്റിൽ പ്രസൻസ് ഓഫ് ഗോഡ്. സോ ദാറ്റ് വാസ് ദ സിംബൽ ഓഫ് ദ പ്രസൻസ് ഓഫ് ഗോഡ് ഇൻ ദ ഇസ്രായേലൈറ്റ്സ്. ഇനി അതിനുള്ളിൽ 2-3 കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷെ പ്രധാനമായിട്ടും പറയുന്നത് വേർഡ് ഓഫ് ഗോഡ്, അതായത് മോശയ്ക്ക് ദൈവം കൊടുത്ത നിയമമായിരുന്നു അതിൻ്റെ ഉള്ളിൽ വെച്ചിരുന്നത്. ദ വേർഡ് ഓഫ് ഗോഡ് വാസ് കെപ്റ്റ് ഇൻസൈഡ് ദാറ്റ്. അതുപോലെ തന്നെ ഇൻ ദ ന്യൂ കവനന്റ്, പുതിയ നിയമത്തിൽ, ദ വേർഡ് ഓഫ് ഗോഡ് ബിക്കംസ് ഫ്ലെഷ് ഇൻ ജീസസ് ക്രൈസ്റ്റ്. ആൻഡ് ജീസസ്, ദ വേർഡ് ഓഫ് ഗോഡ് ബിക്കെയിം ഫ്ലെഷ് ഇൻസൈഡ് ദ വൂംബ് ഓഫ് മദർ മേരി. മാതാവിൻ്റെ ഉദരത്തിലാണ് വേർഡ് ഓഫ് ഗോഡ് ബിക്കംസ് ഫ്ലെഷ്. അതുകൊണ്ടാണ് മാതാവിനെ ആർക്ക് ഓഫ് ദ കവനന്റ് എന്നുള്ള സിമ്പിൾ വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ജപമാലയിൽ വാഗ്ദാനത്തിന്റെ പേടകമേ നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ ഉണ്ട് ആർക്ക് ഓഫ് ദ കവനന്റ് വാസ് മെയ്ഡ് ഓഫ് പ്യുവർ ഗോൾഡ്. അതുപോലെ തന്നെ മാതാവിനെ കുറിച്ച് പറയുന്നത് ഒരു പാപത്തിന്റെ ഒരു ഇതുപോലും ഇല്ലാതെ, അതായത് ഒറിജിനൽ സിൻ പോലും ഇല്ലാതെയാണ് മാതാവ് സൃഷ്ടിക്കപ്പെട്ടതെന്ന് പറയുന്നത്. അപ്പം അതും ഒരു സിമ്പിളാണ്. ഈ പ്യുവർ ഗോൾഡ് പോലെ തന്നെ ഫുൾ പ്യൂരിറ്റിയിലാണ് മാതാവിനെ സൃഷ്ടിക്കുന്നത്. പിന്നെ 1-2 കാര്യങ്ങൾ അച്ഛൻ പറഞ്ഞ മെനോറ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ക്യാൻഡിൽ സ്റ്റാൻഡ്. ഇസ്രായേൽക്കാരൻ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ 7 കാലുള്ള ക്യാൻഡിൽ സ്റ്റാൻഡ് അവരുടെ സിനഗോഗുകളിലൊക്കെ വെക്കുന്നത്. ജെറുസലേം ടെമ്പിളിലായിരുന്നു ഇത് വെച്ചിരുന്നത്. അതിൻ്റെ അത് 6 ഫ്ലെയിംസ്, 2 സൈഡിലും കൂടെ 6 ഫ്ലെയിംസ് ഉണ്ട്. 3+3 6 ഫ്ലെയിംസ്. അത് 6 days ഓഫ് ക്രിയേഷൻ ആണ് കാണിച്ചിരുന്നത്. നടുക്കുള്ളത് ദ റെസ്റ്റിംഗ് ഡേ, 7th ഡേ എന്നുള്ളതാണ്, സാബത്ത് ദിവസമാണ് കാണിച്ചിരുന്നത്. പിന്നെ അതുപോലെ ഹനൂക്ക എന്ന് പറയുന്ന ഒരു ക്യാൻഡിലുണ്ട്. അത് പിന്നെ ഈ മക്കബായർ വന്നിട്ട് വീണ്ടും മക്കബായരുടെ പുസ്തകത്തിൽ അവർ വീണ്ടും ജെറുസലേം ടെമ്പിൾ പുനഃപ്രതിഷ്ഠിക്കുമ്പോൾ അവർ വെക്കുന്ന ഒരു ഇതാണ് ഹനൂക്ക. അത് ഇതുപോലെ തന്നെയാണ്, പക്ഷെ അതിന് 9 ഫ്ലെയിംസ് ഉണ്ട്. വിത്ത് ദാറ്റ് നമ്മൾ ലേവ്യരുടെ പുസ്തകത്തിലേക്ക് കടക്കുകയാണ്.
ലേവ്യരുടെ പുസ്തകത്തിൽ ലെവിറ്റിക്കോൺ ആണ്. ഇപ്പം നമുക്കറിയാം ഓരോ പുസ്തകത്തിനും ഗ്രീക്ക് ആൻഡ് ഹീബ്രു പേരുണ്ട്. ലെവിറ്റിക്കോൺ മീൻസ് അത് കണ്ടന്റിനെ ബേസ് ചെയ്തിട്ടാണ്. അതായത് ലോസ് ഇതാണ് ദൈവം പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഗ്രീക്ക് പേരാണ് ലെവിറ്റിക്കോൺ. അങ്ങനെയാണ് ലെവിറ്റിക്കസ് എന്നുള്ള പേര് വന്നത്. ഹീബ്രുവിൽ പേര് വിളിക്കുന്ന സ്റ്റൈൽ ഇച്ചിരി ഡിഫറെൻ്റ് ആണ്. എങ്ങനെയാണ് ഈ പുസ്തകം തുടങ്ങിയത്? ആ ഫസ്റ്റ് വേർഡ് അല്ലെങ്കിൽ ഫ്രേസ് വെച്ചിട്ടാണ് ഹീബ്രുവിലെ പേര് വരുന്നത്. അപ്പോൾ ആ പേരെന്ന് പറഞ്ഞാൽ വൈക്ര എന്നുള്ളത്. വൈക്ര എന്ന് പറഞ്ഞാൽ ഹീ കോൾഡ്, ദൈവം മോശയെ വിളിച്ചു എന്നുള്ളതാണ്. ഹീ കോൾഡ് എന്നുള്ളതാണ് വൈക്ര. ഇത് പിന്നെ തോറ, കൊഹനൂം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കൊഹനീം എന്നുള്ള പേര് വരും. അതായത് കൊഹനെ നമുക്കറിയാം, കൊഹനെ ഞായറൊക്കെ അപ്പം പുരോഹിതന്മാരുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ടോ ഇത് വെച്ചിട്ടാണ് തോറ, കൊഹനീം എന്നൊക്കെ പിന്നെ അതിനെ പഠിക്കുന്നത്. ഇനി ഇസ്രായേലിലെ കുഞ്ഞുങ്ങൾക്കെല്ലാം തോറ പഠിക്കുന്ന നിർബന്ധമാണ്. അപ്പോൾ അവരാദ്യം പഠിക്കുന്ന ബുക്കാണ് ഈ നടുക്കത്തെ പുസ്തകം. ആദ്യത്തെ ഉൽപ്പത്തി തൊട്ടല്ല അവർ തുടങ്ങുന്നത്. അവർ ലേവ്യരുടെ പുസ്തകം തൊട്ടാണ് അവരെ പഠിപ്പിച്ചു തുടങ്ങുന്നത്. അതായിരുന്നു അവരുടെ ഒരു പാരമ്പര്യം. ഓക്കെ, ഇനിയും ഇതിൽ ഞാൻ കണ്ടന്റ് പെട്ടെന്ന് പറഞ്ഞു. വാലി, ഇവർ മൗണ്ട് സീനായി, അതായത് സീനായി മലയുടെ താഴ്വരയെ വരുന്നു. അപ്പോൾ അത് എക്സോഡസ് 19 അവർ വരുന്നുണ്ട്. ഈ എക്സോഡസ് 19 ഇവർ സീനായി മലയുടെ താഴ്വരയെ വന്നാൽ പിന്നെ അണ്ടിൽ ഈ എക്സോഡസിന്റെ ബാക്കിയും ലേവ്യരുടെ പുസ്തകത്തിന്റെ മുഴുവൻ ലേവ്യരുടെ പുസ്തകവും, ഇനി അടുത്ത പുസ്തകം നമ്പറാണ്. നമ്പേഴ്സ് ചാപ്റ്റർ 10 വേഴ്സ് 11 വരെ അവർ ഈ സീനായി താഴ്വരയാണ്. അപ്പം നമുക്ക് അതൊരു മനസ്സിലാക്കി, ആ ടൈം ലൈൻ ഒന്ന് മനസ്സിലാക്കിയത് നല്ലതാണ്. ഏകദേശം 11 മാസം 20 ദിവസം, അതായത് എക്സോഡസിന്റെ ഇത് തൊട്ട് ചാപ്റ്റർ 19 തൊട്ട് ബാക്കി എക്സോഡസ് ഫുൾ ഓഫ് ലെവിറ്റിക്കസ് ആൻഡ് നമ്പേഴ്സ് 10 വരെ അവരവിടെയാണ്. പിന്നെ ഇതിന്റെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ഈ ടെന്റ് ഓഫ് മീറ്റിംഗ് അല്ലെങ്കിൽ ടാബർനാക്കിൾ ഓഫ് ദ കവനന്റ് എന്ന് പറയും. അതായത് സാക്ഷ്യ കൂടാരം എന്ന് പറയും. സാക്ഷ്യ കൂടാരവും ആർക്ക് ഓഫ് ദ കവനന്റ്, ഈ വാഗ്ദാന പേടകവും ഇവരുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അത് കാണിച്ചിരുന്നത് ദൈവത്തിന്റെ പ്രസൻസ് ആണ്. അപ്പൊ ദൈവത്തിന്റെ പ്രസൻസ് അവിടെ വരുമ്പം അതിൻ്റെ അകത്ത് വരുന്നത് എന്താണെന്ന് വെച്ചാൽ അവര് ഇപ്പൊ ദൈവത്തിന്റെ പ്രസൻസ് അവിടെ ഉണ്ട്, അത് നമ്മൾ മനസ്സിലാക്കണം. ഹൗ ടു ബി ഹോളി ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ്. എങ്ങനെ ദൈവത്തിന്റെ പ്രസൻസിൽ ഹോളി ആയിട്ടിരിക്കാം, വിശുദ്ധരായിട്ടിരിക്കാം എന്നുള്ളതാണ് ഒരു മെയിൻ കണ്ടന്റ്. പിന്നെ ഹൗ ടു സെർവ് ഗോഡ്, അടുത്തത് ഹൗ ടു സെർവ് ഗോഡ്, ഹൗ ടു ഡു വർഷിപ്പ് ആൻഡ് സെലിബ്രേറ്റ് ദ ഫീസ്റ്റ്. ഹൗ ടു സെർവ് ഗോഡ്, ഡു വർഷിപ്പ് ആൻഡ് സെലിബ്രേറ്റ് ദ ഫീസ്റ്റ്. ഇതിന്റെ എല്ലാ എക്സ്പ്ലനേഷൻ ഉണ്ട് ഒരു കണ്ടന്റ്. ഇനി ഇൻ കേസ് അവർ പാപം ചെയ്ത് ഇവര് വിശുദ്ധിയിൽ നിന്ന് പോയാൽ, ഇഫ് ദേ ബിക്കം അൺഹോളി ബൈ എനി ചാൻസ്, വാട്ട് ആർ ദ വേസ് ടു കം ബാക്ക് ടു ഹോളിനെസ്. അതാണ് അടുത്ത ഐഡിയ. ഇത് മൂന്നുമാണ് ഇതിന്റെ മെയിൻ. ഇവര് ദൈവത്തിന്റെ പ്രസൻസിലാണ്. ഹൗ ടു ബി ഹോളി, ഹൗ ടു സെർവ് ഗോഡ്, വർഷിപ്പ് ആൻഡ് സെലിബ്രേറ്റ്. പിന്നെ അൺഹോളി ആവുകയാണെങ്കിൽ തിരിച്ചെങ്ങനെ ഹോളിനെസ്സിലേക്ക്. ഇതാണ് ഇതിന്റെ മെയിൻ കണ്ടന്റ്. ഇനി ഇതിന്റെ മെയിൻ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ചാപ്റ്റേഴ്സ് 1 to 7 ഇതിൽ പല സാക്രിഫൈസ് ആണ് പറയുന്നത്. ഇനി പല ടൈപ്സ് ഓഫ് സാക്രിഫൈസ് ഉണ്ട്. 3 ടൈപ്സ് ഓഫ് സാക്രിഫൈസ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ടൈപ്പ്, ഇതൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതകളാണ്. ഞാനപ്പം ഇതിലെല്ലാം ശരിക്കും ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് തന്നെയാണ് നമ്മൾ പറയുന്നത്. എങ്കിലും ഇതെനിക്ക് തോന്നിയതൊക്കെ ഒരു സാധ്യത കൂടുതലാണ്. കാരണം വൺ ടൈപ്പ് ഓഫ് സാക്രിഫൈസസ് അക്കോർഡിംഗ് ടു ദ വേ ഓഫ് ഓഫറിങ്. ദഹനബലി, നീരാഞ്ജന ബലി എന്ന് പറയും, ബേൺട്ട് ഓഫറിങ്, അങ്ങനെയുള്ള. ദഹനബലി എന്ന് പറഞ്ഞാൽ ബേൺട്ട് ഓഫറിങ്, ദ വേ ഇൻ വിച്ച് ദ ഓഫറിങ് ഈസ് ഡൺ, സാക്രിഫൈസ്. അതാണ് ടൈപ്സ് ഓഫ് ഓഫറിങ്സ്. അതാണ് അത് ചെയ്യുന്ന രീതി. സെക്കൻഡ് കാറ്റഗറൈസേഷൻ എന്ന് പറഞ്ഞാൽ സാക്രിഫിഷ്യൽ ഒബ്ജക്റ്റ്, എന്ത് വസ്തുവാണ് സാക്രിഫൈസ് ചെയ്യുന്നതിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. മൃഗബലിയുണ്ട്, ആനിമൽ സാക്രിഫൈസ്, ധാന്യബലി, സീരിയൽ ഓഫറിങ്, പാനീയ ബലി, അങ്ങനെ വസ്തു വെച്ചിട്ട്. മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു ദ ഒബ്ജക്റ്റീവ്, എന്ത് പർപ്പസിന് വേണ്ടിയാണ്. അതാണ് പീസ് ഓഫറിങ്, സിൻ ഓഫറിങ്, പെനൻസ് ഓഫറിങ്, അങ്ങനെ പാപബലി, കൃതജ്ഞതാ ബലി, അതൊക്കെ വരുന്നത് ടൈപ്സ് ഓഫ് സാക്രിഫൈസ്. അപ്പൊ അതാണ് മൂന്നാമത്തെ കാറ്റഗറി. ഇതാണ് സാക്രിഫൈസ് ചാപ്റ്റർ 1 to 7. ചാപ്റ്റർ 8 to 10 പുരോഹിതന്മാരെ എങ്ങനെ ഓർഡൈൻ ചെയ്യാം, പ്രീസ്ലി ഓർഡിനേഷൻ ആണ് വരുന്നത്. അനോയിന്റിങ് ഓഫ് ദ പ്രീസ്റ്റ് ആണ് വരുന്നത്. ചാപ്റ്റേഴ്സ് 11 to 15 ലോ ഓഫ് ക്ലെൻലിനെസ്, അതായത് ബോഡിലി ആൻഡ് എക്സ്റ്റേണൽ ക്ലെൻലിനെസ് ആണ് അതിനകത്ത് പ്രധാനമായിട്ട് വരുന്നത്. ചാപ്റ്റേഴ്സ് 11 to 15 ക്ലെൻലിനെസ്സിനെ കുറിച്ചുള്ളതാണ്. ചാപ്റ്റർ 16 വരുന്നത് പരിഹാര ദിനം എന്ന് പറഞ്ഞൊരു ദിവസം ഉണ്ടായിരുന്നു. ഇസ്രായേൽക്കാരുടെ ഒരു മെയിൻ ഫെസ്റ്റിവൽ ആയിരുന്നു.
യോം കിപ്പൂർ എന്ന് പറയുന്നത്, അല്ലെ ഡേ ഓഫ് അറ്റോൺമെന്റ് ഇംഗ്ലീഷിൽ പറയും. അപ്പൊ ഈ ദിവസം ഈ പർട്ടിക്കുലർ ഫെസ്റ്റിവൽ എങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ചാപ്റ്റർ 14 പറയുന്നത്. അതിന് പ്രീസ്റ്റ് ആദ്യം പുരോഹിതൻ പ്രീസ്റ്റിന് വേണ്ടി തന്നെ പ്രാർത്ഥിക്കും, പിന്നെ ബാക്കി പ്രീസ്റ്റുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, പിന്നെ ഫെയ്ത്ത്ഫുള്ളിന് വേണ്ടി പ്രാർത്ഥിക്കും. ഇതാണ് യോം കിപ്പൂർ, ഡേ ഓഫ് അറ്റോൺമെന്റ് എങ്ങനെ സെലിബ്രേറ്റ്. അപ്പൊ അതിലൊരു സിംബോളിസം ഉണ്ട്. ജോൺ ചാപ്റ്റർ 17 ജീസസിന്റെ ഇതുമായിട്ട് ജീസസ് ഫസ്റ്റ് പ്രേസ് ഫോർ ഹിംസെൽഫ്, then he prays for the disciples, and then he prays for the faithful. അപ്പം ആ ഓർഡർ തന്നെ. അപ്പൊ ഈ യോം കിപ്പൂർ ഡേ ഓഫ് അറ്റോൺമെന്റ് ആണ് അവിടെ ആ ജീസസിന്റെ ഇതിൽ വരുന്ന ആ ഒരു സിംബോളിസം. അത് ചാപ്റ്റർ 16. ചാപ്റ്റർ 17 to 22 ഹോളിനെസ്സിനുള്ള ലോസ് ആണ്. അതായത് ധാർമ്മികമായിട്ട് മോറലി നമുക്ക് നേരത്തെ നമ്മൾ കണ്ടത് ക്ലെൻലിനെസ്, അതായത് ബോഡിലി ആൻഡ് എക്സ്റ്റേണൽ. ഇതെന്ന് പറഞ്ഞാൽ സ്പിരിച്വലി മോറലി നമ്മൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല, മോറലി ഉള്ള ലോസ് ആണ് 17 ചാപ്റ്റേഴ്സ് 17 തൊട്ട് 22 വരെ. ഓക്കെ, ഇനിയും ചാപ്റ്റേഴ്സ് 23 to 25 23 തൊട്ട് 25 വരെ ഡിഫറെന്റ് ഫെസ്റ്റിവൽസും എങ്ങനെ അത് സെലിബ്രേറ്റ് ചെയ്യാവുന്നുള്ളതാണ്. 23 മുതൽ 25 വരെ വരുന്നത് ചാപ്റ്റേഴ്സ് 23 to 25. ഇനി ഇതിൽ 2 കൈൻഡ്സ് ഓഫ് ഫെസ്റ്റിവൽ ഉണ്ട്. ഇതും എനിക്ക് തോന്നുന്ന ഒരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ള ഇതാണ്. ഒന്ന് ഫെസ്റ്റിവൽസ് ഓഫ് പിൽഗ്രിമേജ് എന്ന് പറയുന്നത്, അതായത് തീർത്ഥാടന അതിലാണ് അവർ തീർത്ഥാടനം ചെയ്യുന്നത്. ഈ ഫെസ്റ്റിവൽസിനാണ് അവർ തീർത്ഥാടനം ചെയ്യുന്നത്. അവരെല്ലാവരും ജെറുസലേം ദേവാലയത്തിൽ വരും, അങ്ങനെയൊക്കെ ചെയ്യും. അപ്പൊ ആ തീർത്ഥാടന ദിനങ്ങളാണ് ഈ 3 ഫെസ്റ്റിവൽസ് ഓഫ് പിൽഗ്രിമേജ്. അത് നമുക്കറിയാവുന്നതാണ്. ഒന്ന് പാസ് ഓവർ ആണ്, അതായത് പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളെന്ന് പറയും. ഫെസ്റ്റിവൽ ഓഫ് ദ അൺലിവൻ ബ്രെഡ് ആണ്. അത് അവർ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട പാസ് ഓവർ ആണ് റിമൈൻഡ് ചെയ്യുന്നത്. പെന്തക്കോസ്റ്റ് സെക്കൻഡ് വൺ, ഫെസ്റ്റിവൽ ഓഫ് വീക്സ് എന്ന് പറയും. അതായത് 7 weeks ആഫ്റ്റർ പാസ് ഓവർ ആണ്. ഈ പാസ് ഓവർ കഴിഞ്ഞിട്ട് പെസഹ കഴിഞ്ഞ് 7 ആഴ്ച കഴിഞ്ഞാണ് പെന്തക്കോസ്റ്റ് ഇവർ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അത് അവരുടെ ഒരു ഫെസ്റ്റിവൽ ഓഫ് ഒരു ഹാർവെസ്റ്റിന്റെ ഒരു ഇതാണ്. അപ്പം നമുക്ക് അത് പുതിയ നിയമമായിട്ട് നമ്മൾ അതിനെ കമ്പയർ ചെയ്ത് ചെയ്യുവാണെങ്കിൽ, റിലേറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്കറിയാം ഈശോയുടെ പാസ് ഓവർ കഴിഞ്ഞ് 50 days കഴിഞ്ഞാണ് പെന്തക്കോസ്റ്റ്, പുതിയ പെന്തക്കോസ്റ്റ് വരുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് പരിശുദ്ധാത്മാവ് വരുന്നു. ഇപ്പൊ പഴയ ഇതില് ഇസ്രായേൽക്കാരുടെ ഇതില് ഈ പെന്തക്കോസ്റ്റില് ഹാർവെസ്റ്റ് ആണെന്ന് പറഞ്ഞു. അതുപോലെ പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് വരുമ്പം അതും ഒരു ഹാർവെസ്റ്റ് ആണ്. കാരണം ഹാർവെസ്റ്റ് നമ്മൾ ഫ്രൂട്ട്സ് ഒക്കെ പറിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവ് വരുമ്പം ഫ്രൂട്ട്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് നമുക്ക് കിട്ടുന്നു. അപ്പൊ അതാണ് അതിന്റെ റിലേഷൻ, ഫ്രൂട്ട്സ് ഹാർവെസ്റ്റ് പരിശുദ്ധാത്മാവിൻ്റെത്. പിന്നുള്ള മൂന്നാമത്തെ ഫെസ്റ്റിവല് കൂടാര പെരുന്നാൾ എന്ന് പറയും, ഫെസ്റ്റിവൽ ഓഫ് ടെൻസ്. ഇപ്പം പെസഹ, പാസ് ഓവർ, പെന്തക്കോസ്റ്റ്, ഫെസ്റ്റിവൽ ഓഫ് ടെന്റ്. ഇനി ഇവർക്ക് വേറെ ഫെസ്റ്റിവൽസ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഫ്രൂട്ട്സിന്റെ ആദ്യ ഫലത്തിന്റെ പെരുന്നാളുണ്ട്. പിന്നെ സാബത്ത് നമുക്കറിയാം, ഇവരുടെ ഏഴാമത്തെ ദിവസം എല്ലാ ആഴ്ചയിലും അവർക്കൊരു പ്രധാന ദിവസമാണ്. പിന്നെ 7th ഇയർ അവർക്ക് ഒരു ഇയർ ഓഫ് റെസ്റ്റ് ആണ്. അതായത് 7 വർഷം കൂടുമ്പം 7th ഇയർ ഓഫ് റെസ്റ്റ് ആണ്. 7th ഡേ പോലെ തന്നെ 7th ഇയർ ഉണ്ട്. പിന്നെ ഈ 7th ഇയർ ഡേ ഓഫ് റെസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ, ഇയർ ഓഫ് റെസ്റ്റ് ആണ്. 7th ഡേ ഓഫ് റെസ്റ്റ് ആണ്. 7th ഇയർ ഓഫ് റെസ്റ്റ് ആണ്. ഇനി അങ്ങനെ ഒരു 7 പ്രാവശ്യം 7th ഇയർ വരുമ്പോൾ, അതായത് 7 multiplied by 7 49 years കഴിയുമ്പോൾ വരുന്ന 50th ഇയർ ആണ് ഇവരുടെ ജൂബിലി ഇയർ എന്ന് പറയുന്നത്. നമ്മൾ സിൽവർ ജൂബിലി എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ഒരു ഐഡിയ പോലെ, അത് ആ ഒരു സെയിം ഐഡിയ, ജൂബിലി ഇയർ എന്ന് പറയും. അപ്പൊ അതാണ് അവരുടെ ഫെസ്റ്റിവൽസ് എന്ന് പറയുന്നത്. പിന്നെ ന്യൂ ഇയർ ഉണ്ട്, ബിഗിനിങ് ഓഫ് ദ മന്ത്. ബിഗിനിങ് ഓഫ് ദ മന്ത് ഒരു കാര്യം ഓർക്കേണ്ടത്, ലൂണാർ കലണ്ടറാണ് അവർ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അത് വെച്ചിട്ടാണ് ബിഗിനിങ് ഓഫ് ദ മന്ത് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാന ഫെസ്റ്റിവൽസ്. 3 ഫെസ്റ്റിവൽസ് പിൽഗ്രിമേജ് നോക്കണം, ബാക്കി അതർ ഫെസ്റ്റിവൽസ് ഉണ്ട്. ഇനി ഈ ഫെസ്റ്റിവൽസിന്റെ ഒക്കെ ഐഡിയ എന്താണെന്ന് വെച്ചാൽ, ഇതിനൊക്കെ ഓരോ ടൈം പീരീഡ് വെച്ചാണ് ഇവർ സെലിബ്രേറ്റ്. അപ്പം ദൈവം എന്ന് പറയുന്നത് മാസ്റ്റർ ഓഫ് ടൈം, നമ്മുടെ എല്ലാ സമയത്തിന്റെയും ദേശത്തിന്റെയും എല്ലാം ഉടമസ്ഥൻ ദൈവമാണെന്നുള്ളതാണ് ഈ ഫെസ്റ്റിവൽസിന്റെ ഒരു മെയിൻ ഐഡിയ എന്ന് പറയുന്നത്. അതിന്റെ പുറകിലുള്ള ഒരു പ്രിൻസിപ്പിൾ അല്ലെ ഐഡിയ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ചില ദിവസങ്ങൾ അല്ലെ ഒരു പർട്ടിക്കുലർ കാലഘട്ടം കഴിഞ്ഞ ഒരു പർട്ടിക്കുലർ ഡേ നമ്മൾ ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നത്. ഓക്കെ, ഇനി ചാപ്റ്റേഴ്സ് 26 to 27 നമ്മൾ ലേവ്യരുടെ പുസ്തകത്തിലാണ്. ഇനിയും ബ്ലെസ്സിങ്സ്, നമ്മൾ ഈ നിയമം ഫോളോ ചെയ്താൽ എന്ത് ബ്ലെസ്സിങ്സ് കിട്ടും, നിയമം ഫോളോ ചെയ്തില്ലെങ്കിൽ എന്ത് പണിഷ്മെന്റ്സ് കിട്ടും എന്നുള്ളതാണ് ചാപ്റ്റേഴ്സ് 26 to 27. ചാപ്റ്റേഴ്സ് 26 to 27 വരുന്നത്. പിന്നെ നേർച്ചകളെ കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, ഇനിയും അടുത്ത കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പോവാം. പ്രീസ്റ്റ്ലി സർവീസ് ആൻഡ് ഡ്യൂട്ടീസ്. ഈ പ്രീസ്റ്റിന്റെ സർവീസ് ആൻഡ് ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്? നമ്പർ 1 സാക്രിഫൈസ് ആണ്, നമുക്കറിയാം, ബലികൾ അർപ്പിക്കുക എന്നുള്ളതാണ്. ഇനി അതിൽ കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ട്. ബലികൾ അർപ്പിക്കാൻ പോകുമ്പം അവര്
ആൽക്കഹോളൊന്നും കൺസ്യൂം ചെയ്യാൻ പാടില്ല, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്, ക്ലീൻ ആയിരിക്കണം, അങ്ങനെയൊക്കെ. അതിലേക്ക് നമ്മൾ പോകുന്നില്ല. രണ്ടാമത്തേത് ലീഡ് എ മോറലി ഗുഡ് ലൈഫ്, ഒരു നല്ല ധാർമ്മികമായിട്ടുള്ള ജീവിതം നയിക്കുക. സെപ്പറേറ്റ് ഗുഡ് ആൻഡ് ഈവിൾ, അവരാണ് നന്മയും തിന്മയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാനുള്ള അധികാരം അല്ലെങ്കിൽ അതിനുള്ള പവർ. പിന്നെ മോശയുടെ നിയമം, അല്ലെ മോശ വഴി ദൈവം കൊടുത്ത നിയമം ആൾക്കാരെ പഠിപ്പിക്കുക. ടീച്ച് ദ ലോ ടു ദ പീപ്പിൾ. ദാറ്റ് ഈസ് നമ്പർ 4. നമ്പർ 5, ക്യാരി ദ സിൻ ഓഫ് പീപ്പിൾ, അറ്റോൺമെന്റ് ഓഫ് സിൻ. ഈ ആൾക്കാരുടെ പാപം ഇവർ ക്യാരി ചെയ്തിട്ടാണ് ബേസിക്കലി അത് അറ്റോൺ ചെയ്യുന്നത്, അല്ലെങ്കിൽ മോചനം കിട്ടുന്നത്. പിന്നെ അടുത്തത് ബ്ലെസ്സിങ് ഓഫ് ദ പീപ്പിൾ, ആൾക്കാരെ ബ്ലെസ് ചെയ്യുക, ആശീർവദിക്കുക. പിന്നെ ഒരു ലീഡിങ് എ ഹോളി ലൈഫ്. ഇപ്പം ലീഡിങ് എ മോറലി ഗുഡ് ലൈഫ് നമ്മൾ കണ്ടു, അത് ഐഡിയ തന്നെയാണ് ലീഡിങ് എ ഹോളി ലൈഫ്. അതുണ്ട്. പിന്നെ ഈ എന്തിനാണ് ഈ നിയമങ്ങളൊക്കെ ഇത്രയും ഈ ലേവ്യരുടെ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നതെന്നുള്ളതിനൊരു ഫൈനൽ ഇത് കൺക്ലൂഡിങ് ഇത്. ഈ നിയമങ്ങളെല്ലാം കൊടുത്ത അവരെ ദൈവം ഒരു രാജ്യമായി, ഒരു ദേശമാക്കി, അല്ലെങ്കിൽ ഒരു ജനതയാക്കി ഇങ്ങനെ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനാണ് നിയമം. അപ്പോൾ പക്ഷേ അത് അന്നത്തെ ഒരു കോണ്ടെക്സ്റ്റിലും അന്നത്തെ ഒരു കൾച്ചറിലും ആയിരുന്നു. അപ്പോൾ അതെന്നും അത് ആപ്ലിക്കബിൾ ആയിരിക്കണമെന്നില്ല. കാലം പോകുമ്പോൾ അത് ചേഞ്ച് ചെയ്യും. അതുകൊണ്ടാണ് ജീസസ്, നമുക്കറിയാം, ജീസസ് ഇൻ ദ ന്യൂ ടെസ്റ്റ്മെന്റ് ഹി റിമൂവ് സം ഓഫ് ദീസ് ലോസ് വിച്ച് അവരിങ്ങനെ ഭയങ്കര റിജിഡായിട്ട് ആ ലോസ് ഫോളോ ചെയ്യുമ്പോൾ ജീസസ് അതിനെ കുറെ ക്ലാരിഫൈ ചെയ്യും, കുറച്ചെടുത്ത് മാറ്റുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കോണ്ടെക്സ്റ്റ് അവരെ ഇങ്ങനെ ഫോം ചെയ്യാൻ വേണ്ടിയുള്ളൊരു കോണ്ടെക്സ്റ്റ് ആണ് നമ്മൾ മനസ്സിലാക്കിയിരുന്നത്. നല്ലതായിരുന്നു. ഇത്രയാണ് ചാപ്റ്റർ 14 ഒരു സമ്മറി. എപ്പിസോഡ് ഇപ്പോൾ 14-മായി. വളരെ നല്ലതാണ് ഈ ലേവ്യർ. കാരണം ഈ തോര നമുക്ക് അതൊരു ബേസ് ആണ്. എപ്പോഴും നമ്മൾ കാണേണ്ടത് പഴയ നിയമത്തില് തോര ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് ഓൾ അതർ ബുക്സ് ഓർ ഫണ്ടമെന്റൽസ് ഓഫ് നമ്മുടെ ന്യൂ ടെസ്റ്റമെന്റ് ആണെങ്കിൽ ഗോസ്പൽ. ഇപ്പൊ ഗോസ്പലിനെ ബേസ് ചെയ്താണ് മറ്റു അനുഭവങ്ങൾ. അതുപോലെയാണ് പഴയ നിയമത്തിൽ തോര 5 പുസ്തകങ്ങളുമാണ്. നമ്മൾ അത് കൂടുതൽ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യും തോറും ദ റെസ്റ്റ് ഓഫ് ദ ബുക്സ് വിൽ ബി ഈസി ടു അണ്ടർസ്റ്റാൻഡ്. കാരണം അതാണ് ബേസിസ് എല്ലാത്തിൻ്റെയും. അപ്പം അതാണ് ഇന്ന് പ്രത്യേകിച്ച് ഇതിൻ്റെ ലെവിറ്റിക്കസിലുള്ള ലോയുടെ പ്രധാന കാരണം. ഓരോന്നും ലോയാണ്. അഗെയിൻ ചില ലോസ് അവർ റിപ്പീറ്റ് ചെയ്യും. ഇനി ഡ്യൂട്രോണമിയിൽ പോകുമ്പോൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യും. അതൊക്കെ കുറച്ചുകൂടെ സ്ട്രെസ് ചെയ്യാൻ വേണ്ടിയാണ്. അതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ദൈവം ഒരു പുതിയ ജനതയെ അവർ ഉണ്ടാക്കിയെടുക്കുന്നു. അവർ പഴയ ജനത പോലെ പാപം ചെയ്യാതിരിക്കാൻ വേണ്ടി ലോസ് കൊടുത്ത് അവരെ സ്ട്രെങ്തൻ ചെയ്യുന്നതാണ് ഈ ഒരു യാത്രയിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ ആ ഒരു അനുഭവത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ താങ്ക് യു ഷിബിൻ. അപ്പൊ അടുത്തത് കൂടെ എനിക്ക് തോന്നുന്നു can continue the next one also. 13 ആള് ആയില്ലല്ലേ? അപ്പൊ ഞാൻ തന്നെ ഇല്ല. ഓക്കെ, സോ വി വിൽ ഗോ ടു ചാപ്റ്റർ 15. ഓക്കെ, ഇനിയിപ്പം നേരത്തെ ഒരു ക്ലാരിഫിക്കേഷൻ അച്ഛൻ അതിന്റെ തുടക്കത്തിൽ ചെയ്യുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് പറയാം, നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. നമ്മൾ ഇപ്പം ഈ എക്സോഡസ് 20 ദൈവം ഇത് കൊടുക്കുമ്പോൾ ഒന്നാമത്തെ കൽപ്പനയിൽ ഞാനാണ് നിന്റെ ദൈവം, ഞാനുള്ള മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടായിരിക്കരുതെന്ന് പറഞ്ഞിട്ട് ദൈവം പറയുന്നുണ്ട്. ഭൂമിയിലോ ആകാശത്തിലുള്ള ഒന്നിന്റെയും വിഗ്രഹങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്തുകൊണ്ടാണ് രൂപങ്ങൾ വെക്കുന്നത്, അല്ലെ പടങ്ങൾ വെക്കുന്ന എന്നുള്ളൊരു സംശയം ചോദിച്ചപ്പോൾ അച്ഛൻ അത് ക്ലാരിഫൈ ചെയ്യുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് പറയാം. നമ്മൾ ബേസിക്കലി ഇത് രൂപങ്ങൾ വെക്കുന്ന പറഞ്ഞാൽ നമ്മൾക്ക് ഈ ഒന്നാമത്തെ കൽപ്പനയിൽ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു രൂപം അല്ലെ ഒരു വിഗ്രഹം ഉണ്ടാക്കി ദൈവത്തിന്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ കോൺസെപ്റ്റ്. നമ്മൾ രൂപങ്ങൾ വെക്കുന്ന ക്രിസ്ത്യൻ ഇതിൽ നമ്മൾ കോണ്ടെക്സ്റ്റിൽ നമ്മൾ രൂപങ്ങൾ വെക്കുന്നത് നമ്മൾ അനുസ്മരിക്കാൻ, ഓർക്കാൻ വേണ്ടി മാത്രമാണ്. ഇപ്പം ഈശോയുടെ ആവാം, മാതാവിൻ്റെ ആകാം, വിശുദ്ധന്മാരുടെ, നമ്മൾ അനുസ്മരിക്കാൻ വേണ്ടി മാത്രമാണ്. പക്ഷേ ഈ ഒന്നാം കൽപ്പനയിൽ പറയുന്നതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് പറയുന്നത് ഞാനുള്ളത് മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടായിരുന്നത്. ബേസിക്കലി വേറെ വസ്തുക്കളുടെയോ ആനിമൽസിൻ്റെയോ വേറെ ഇതിൻ്റെ ഒന്നും ശക്തികളുടെ ഒന്നും പോയി ഇത് വെക്കരുത്, അതിനെ ദൈവത്തിന്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കരുത് എന്നുള്ളൊരു കോൺസെപ്റ്റാണ് പറയുന്നത്. അപ്പൊ അതാണ് ഇതിന്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. നമ്മുടെ ഈ രൂപങ്ങൾ ഉണ്ടാക്കുന്നത് ശരിക്കും ഓർക്കാൻ വേണ്ടി മാത്രമാണ്. രൂപങ്ങൾക്ക് നമ്മൾ ആരാധന കൊടുക്കുന്നില്ല. അപ്പൊ അത് ഐഡൽ വർഷിപ്പ് പോലെയല്ല. ഇത് രൂപങ്ങൾക്ക് നമ്മൾ ആരാധന കൊടുക്കുന്നില്ല, നമ്മൾ ഓർക്കാൻ വേണ്ടി മാത്രം വയ്ക്കുന്നത്. ഇനി നമ്മൾ വേറൊരു രീതി ചിന്തിച്ചു കഴിഞ്ഞാൽ ദൈവം തന്നെ രൂപങ്ങൾ ഉണ്ടാക്കാൻ പറയുന്നുണ്ട് ചില പർട്ടിക്കുലർ കോണ്ടെക്സ്റ്റിൽ. ഫോർ എക്സാമ്പിൾ ആർക്ക് ഓഫ് ദ കവനന്റിന്റെ മേളിൽ ക്രോബന്മാർ 2 കെറൂബീംസിനെ ഉണ്ടാക്കാൻ പറയുന്നുണ്ട്. അതുപോലെ പിച്ചള സർപ്പത്തിനെ കുറിച്ചൊക്കെ പറയുന്നത്. അപ്പം ദൈവം തന്നെ ചില പർട്ടിക്കുലർ കേസിൽ രൂപങ്ങൾ ഉണ്ടാക്കാൻ പറയുന്നുണ്ട്. അത് ഇതുപോലെ റിമെമ്പർ ചെയ്യാൻ വേണ്ടിയാണ്, അത് ആരാധനയ്ക്ക് വേണ്ടിയല്ല. അപ്പൊ അതാണ് ഒരു ക്ലാരിഫിക്കേഷൻ.
ഇനി നമ്മൾ ബുക്ക് ഓഫ് നമ്പേഴ്സിലേക്ക് വരുവാണ്. അപ്പം നമ്പേഴ്സ്, ഇതിന്റെ ബുക്ക് ഓഫ് നമ്പേഴ്സ് അത് ഗ്രീക്കിൽ നിന്നാണ് വരുന്നത്. അത് കണ്ടന്റ് ബേസ്ഡ് ആണ്. ഗ്രീക്ക് വാക്ക് അരിത്മോയ് എന്നുള്ളതാണ് അതിന്റെ ഗ്രീക്ക് വാക്ക്. നമുക്കറിയാം മാത്തമാറ്റിക്സിൽ നമ്മൾ അരിത്മെറ്റിക് ഒക്കെ പറയുന്നത്. അപ്പം നമ്പേഴ്സ് എന്നുള്ള കോൺസെപ്റ്റാണ് ഇവിടെ വരുന്നത്. ഹീബ്രുവിൽ പറയുന്നത് ബാമിബ്ദാർ എന്നുള്ള വാക്കാണ് ഹീബ്രുവിൽ. അപ്പൊ നമുക്കറിയാം ഹീബ്രുവിൽ എപ്പോഴും വരുന്നത് അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് വെച്ചിട്ടാണ്. ഇതെങ്ങനെ സ്റ്റാർട്ട് ചെയ്തു? ഇൻ ദ വിൽഡർനെസ് എന്നുള്ളതാണ്. അങ്ങനെയാണ് നമ്പേഴ്സിന്റെ ബുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് ഹീബ്രുവിന്റെ പേര് ബാമിബ്ദാർ എന്നുള്ള അർത്ഥം. ഇനി നമ്മൾ സ്ട്രക്ചറൽ, നമ്മൾ ജോഗ്രഫി, ഇതിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒരു മെയിൻ ഒരു ജോഗ്രഫിക്കലായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചാപ്റ്റേഴ്സ് 1 to 10 ഇവര് സീനായ് മലയുടെ താഴ്വാരത്തിലാണ്, വാലി ഓഫ് മൗണ്ട് സീനായിലാണ്. ചാപ്റ്റേഴ്സ് 10 to 13 ഇവര് സീനായ് മലയുടെ അവിടെ നിന്ന് പോന്നിട്ട് കാദേശ് ബർണിയ എന്ന സ്ഥലത്ത് വരുന്നു. ചാപ്റ്റേഴ്സ് 13 to 20 അവര് കാദേശ് ബർണിയയിലാണ്. സോ 1 to 10 വാലി ഓഫ് മൗണ്ട് സീനായ്, 10 to 13 മൗണ്ട് സീനായിൽ നിന്ന് കാദേശ് ബർണിയയിലേക്ക് പോകുന്നു. 13 to 20 ഇൻ കാദേശ് ബർണിയ, അവര് കാദേശ് ബർണിയയിലാണ്. 20 തൊട്ട് 21 വരെ കാദേശ് ബർണിയയിൽ നിന്ന് മോവാബിലേക്ക് പോകുന്നു, മോവാബ് ദേശത്തേക്ക് പോകുന്നു. 22 ചാപ്റ്റർ 22 ഒരു മോവാബ് സമതലത്തല്ലേ മോവാബ് പ്ലെയിൻസിൽ വരുന്നു. 22 തൊട്ട് 36 വരെ ഇവര് മോവാബ് സമതലത്തിലാണ്. അപ്പം ഇങ്ങനെയാണ് അതിനെ ഒന്ന് സ്ട്രക്ചർ ചെയ്തേക്കുന്നത്. പിന്നെ 1 to 9 നമ്മൾ പ്രിപ്പയറിങ് ഫോർ ദ ജേണിയാണ് നമ്പേഴ്സിൽ. അപ്പം ചാപ്റ്റർ 1 പറയുന്നു, ദൈവം പറയുന്നു കണക്കെടുക്കാൻ പറയുന്നുണ്ട്, സെൻസസ് എടുക്കാൻ പറയുന്നുണ്ട്. അപ്പം 20 വയസ്സിന് മുകളിലുള്ളവരുടെ സെൻസസ് ആണ് എടുക്കുന്നത്, നമ്പറാണ് എടുക്കുന്നത്. അതിന്റെ കാരണം എന്താ വെച്ചാൽ ഇവരൊരു യുദ്ധത്തിന് പോകുന്ന പോലെയാണ്. അപ്പം 20 വയസ്സിന് മുകളിലുള്ളവരാണ് യുദ്ധം ചെയ്യാൻ കഴിവുള്ള ആൾക്കാർ. അപ്പം അങ്ങനെയാണ് 20 വയസ്സിന് മുകളിലുള്ളവരുടെ കണക്കെടുക്കാൻ പറയുന്നത്. പിന്നെ ചാപ്റ്റർ 2 കൂടാരത്തിനെ കുറിച്ച് പറയുന്നത് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാണ്, എല്ലാം നോട്ട് ചെയ്യാൻ സമയം കിട്ടിയില്ല, കാരണം കുറേ ഉണ്ട്. ചാപ്റ്റർ 3 ആരന്റെയും പിന്നെ അതുപോലെ ലേവ്യരുടെയും ഡ്യൂട്ടിയെ കുറിച്ച് പറയുന്നു ചാപ്റ്റർ 3 to 4. പിന്നെ കോമൺ ലോസ്, എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള നിയമങ്ങളാണ് ചാപ്റ്റർ 5 വരുന്നത്. ചാപ്റ്റർ 6 നാസിർ ഫാസ്റ്റ് എന്ന് പറഞ്ഞൊരു വ്രതം ആണ്, ഒരു പർട്ടിക്കുലർ വ്രതമാണ് അവരെടുക്കുന്നത്, അതിനെ കുറിച്ചാണ് പറയുന്നത്. പിന്നെ ചാപ്റ്റർ 7 to 8 സാക്ഷ്യ പേടകത്തിന്റെ ക്രമീകരണമാണ് വരുന്നത്. സാക്ഷ്യ പേടകത്തിന്റെ ക്രമീകരണം ചാപ്റ്റർ 7 to 8. ഇനി ചാപ്റ്റർ 9 ഇവര് കാദേശ് ബർണിയയിലേക്ക് പോകുന്നത്. അപ്പം ഇവർ ഈജിപ്തിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഇവരൊരു പെസഹ ഭക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർ ഈ സീനായ് മലയുടെ താഴ്വാരത്തിൽ നിന്ന് പുറപ്പെടുമ്പോഴും ഇവരൊരു പെസഹ വരുന്നത്. രണ്ടാമത്തെ പെസഹ എന്ന് പറയുന്നത് സെക്കൻഡ് പാസ് ഓവർ എന്ന് തന്നെ പറയുന്നത്. രണ്ടാമത് ഈ ഒരു യാത്രയ്ക്ക് തൊട്ട് മുമ്പായിട്ടാണ് ഈ പാസ് ഓവർ വരുന്നത്. ചാപ്റ്റർ 9 ചാപ്റ്റർ 10 ഇവർ പോകാൻ റെഡി ആവണം. അപ്പൊ കാഹളം മുഴങ്ങുന്നു, ഇതൊക്കെ പറയുന്നുണ്ട്, ട്രംപറ്റ്സ് ഇതൊക്കെ അതിൽ വരുന്നു. ഇനി ഫ്രണ്ടിൽ പോകുന്നത് യൂദാ ഗോത്രമാണ്. ഇവർ യാത്ര ചെയ്യുമ്പോൾ ഫ്രണ്ടിൽ പോകുന്നത് യൂദാ ഗോത്രമാണ്. കാരണം യൂദാ ഗോത്രത്തിൽ കൂടെയാണ് രക്ഷകനായ യേശു ക്രിസ്തു പിറക്കാൻ പോകുന്നത്. യൂദാ ഗോത്രത്തിന്റെ ഒരു തുടർച്ചയായിട്ടാണ്. അപ്പൊ അതിനെ കാണിക്കാണ്ട് ഈശോ നമ്മളെ നയിച്ചുകൊണ്ട് പോകുന്നതിന്റെ ഒരു സിമ്പിളായിട്ടാണ് യൂദാ ഗോത്രമാണ് മുന്നിൽ പോകുന്നത്. ഇവർ പോകുന്നത് ഈജിപ്തിൽ നിന്ന് പോന്നു കഴിഞ്ഞാൽ 2 വർഷം 2 മാസം 20 ദിവസം 2 years 2 months 20 days കഴിയുമ്പോഴാണ് ഇവര് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്, മൗണ്ട് സീനായിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനിയും നമുക്കറിയാം സാക്ഷ്യ കൂടാരം എന്ന് പറഞ്ഞൊരു ഐഡിയ ഉണ്ട്, നമ്മളെപ്പോഴും കാണുന്നതാണ്. അതിന് ടെന്റ് ഓഫ് പ്രസൻസ് എന്ന് പറയും, അല്ലെങ്കിൽ ടാബർനാക്കിൾ ഓഫ് ദ കവനന്റ് എന്ന് പറയും. അപ്പം ഇവിടെ വെച്ചാണ് മോശയും ദൈവമായിട്ടൊക്കെ സംസാരിക്കുന്നത്. മേഘം വന്നിട്ട് ഇങ്ങനെ സാക്ഷ്യ കൂടാരത്തിൽ വരുന്നു, മോശയും ദൈവമായിട്ട് സംസാരിക്കുന്നു, മോശ ആൾക്കാർക്ക് വേണ്ടി ദൈവത്തിനോട് പറയുന്നതൊക്കെ ഇവിടെ വെച്ചാണ്. അപ്പൊ ഇവർ യാത്ര ചെയ്യാൻ നേരത്ത് ഈ ക്ലൗഡ് ഓഫ് പ്രസൻസ് ഇവിടെ നിന്ന് ഇങ്ങനെ ഉയരും. അതിന്റെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് റെഡി ടു സ്റ്റാർട്ട് ദ ജേർണി എന്നുള്ളതാണ്. ക്ലൗഡ് ഓഫ് പ്രസൻസ് ഈ സാക്ഷി കൂടാരത്തിൽ ഉയരുന്നത്. അപ്പൊ ഇതെല്ലാം ചാപ്റ്റർ 10 9 ഇവർ സെക്കൻഡ് പെസഹ കഴിക്കുന്നു, 10 ഇവർ യാത്ര തുടങ്ങുവാണ് ടുവേർഡ്സ് കാദേശ് ബർണിയ. ഇനി ഈ ഫ്രണ്ടിലാണ് ആർക്ക് ഓഫ് ദ കവനന്റ് പോകുന്നത്, അതായത് നമ്മുടെ വാഗ്ദാന പേടകം ഏറ്റവും ഫ്രണ്ടിലാണ് പോകുന്നത്. ആ ഒരു ഇത് കാരണം വാഗ്ദാന പേടകത്തിൽ ദൈവത്തിന്റെ പ്രസൻസ് ഉണ്ടെന്ന് അറിയാം. അപ്പൊ ഇവരൊരു സൈന്യം പോകുന്ന പോലാണ് ഇവരിങ്ങനെ പോകുന്നത്, ഒരു ആർമി പോകുന്ന പോലാണ് ഇവർ പോകുന്നത്. അപ്പൊ അതിന്റെ ഫ്രണ്ടിൽ ദൈവത്തിന്റെ പ്രസൻസ്, അതായത് ആർക്ക് ഓഫ് ദ കവനന്റ് മുന്നിൽ പോകുന്നു, അതിന് ദൈവത്തിന്റെ പ്രസൻസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് എന്നുള്ള ഒരു ഐഡിയ നമ്മൾ ഒത്തിരി പ്രാവശ്യം കേട്ടിട്ടുള്ളതായിരിക്കും പഴയ നിയമത്തിലൊക്കെ. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് അത് ഈ ഇതിൽ നിന്ന് വരുന്നതാണ്. ഈ ദൈവത്തിന്റെ പ്രസൻസ് ഫ്രണ്ടിൽ പോകുന്നു.
ഇനിയും ചാപ്റ്റർ 11 വരുമ്പോഴത്തേനും ആൾക്കാർ പിന്നെയും കംപ്ലൈൻറ്റ് ചെയ്യാൻ തുടങ്ങുന്നു, ഞങ്ങൾക്ക് വിശക്കുവാണ്, ഞങ്ങൾക്ക് ദാഹിക്കുവാണ് എന്നൊക്കെ പറയുന്നു. ആൾക്കാർ മർമർ ചെയ്യാൻ തുടങ്ങും, മർമറിങ് മുറുമുറുപ്പ് തുടങ്ങുന്നു. അപ്പോഴാണ് ദൈവം ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. ആകാശത്തുനിന്ന് മന്ന വരുന്നത്, മന്നായും പിന്നെ ഇവർ പറഞ്ഞ് ഞങ്ങൾക്ക് നോൺ വെജ് ഒക്കെ വേണം, ഇറച്ചിയൊക്കെ കഴിക്കണം എന്ന് പറയുന്നു. അപ്പം കാടപ്പക്ഷികളെ കൊടുക്കുകയാണ് ദൈവം, ക്വൈൽസ്, മന്ന ക്വൈൽസ് എന്നാണ് വരുന്നത്. അതൊക്കെ ചാപ്റ്റർ 11 നമ്പേഴ്സ് ചാപ്റ്റർ 11 നമ്മളുള്ളത്. ഇനിയും ഈ എക്സോഡസിലെ, അതായത് പുറപ്പാടിലെ മന്നയുടെ ഡിസ്ക്രിപ്ഷനും നമ്മുടെ നമ്പേഴ്സിലെ തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട്. പുറപ്പാടിൽ ഒരു ബ്രെഡായിട്ട് തന്നെ വരുന്നതായിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, ബൈബിളിൽ പറയുന്നത് റെഡി ടു ഈറ്റ് പോലെയാണ്. പക്ഷേ ഈ നമ്പേഴ്സിൽ പറയുമ്പോൾ കുറച്ച് ഡിഫറൻസ് ഉണ്ട്, അതൊരു പാർട്ടിക്കിൾ പോലെ. അപ്പോൾ അത് വെച്ചിട്ട് അവർ അപ്പം ഉണ്ടാക്കി കഴിക്കുന്നു. രണ്ടും മന്ന എന്ന് തന്നെ പറയുന്നത്, പക്ഷെ രണ്ടിനും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. അതൊന്ന് മനസ്സിലാക്കിയിരുന്നാൽ നല്ലതാണ്. പിന്നെ ചാപ്റ്റർ 12 വരുമ്പോഴത്തേന് ഇവർ മോശയുടെ നേതൃത്വത്തെ ക്വസ്റ്റ്യൻ ചെയ്യും. ദേ ക്വസ്റ്റ്യൻ ദ ലീഡർഷിപ്പ് ഓഫ് മോസസ്. അതിനകത്ത് ഈവൻ അഹ്റോൻ പോലും അതിൻ്റെ അകത്ത് ചേരുന്നുണ്ട്. അപ്പം അതിന് മിറിയാം ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരാളാണ്. അപ്പം മിറിയാമിന് കുഷ്ഠരോഗം വരും. എന്നിട്ട് മോശ ദൈവത്തിനോട് മാധ്യസ്ഥ അപേക്ഷിച്ചിട്ട് ആ കുഷ്ഠം മാറിപ്പോകുന്നു. അപ്പോൾ ആ ദൈവം ബേസിക്കലി അവിടെ ഒരു മോശയുടെ ഒരു ഓത്തൻറ്റിസിറ്റി അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ്, മോശയുടെ ഒരു ലീഡർഷിപ്പ് അവിടെ ഉറപ്പിക്കുകയാണ് ഈ ചാപ്റ്റർ 12 കൂടെ. ചാപ്റ്റർ 13 നമുക്കറിയാം, ഇവർ പോയിട്ട് ഈ വാഗ്ദത്ത നാട്ടിൽ പോയിട്ട് സ്പൈസിനൊക്കെ വിടും, അതായത് ചാരന്മാരെ വിടും. അപ്പോൾ അവരോടൊപ്പം അതൊക്കെ അന്വേഷിച്ചിട്ട് വരും. ഇങ്ങനെയൊക്കെയാണ്, അവർ വളരെ പവർഫുൾ ആണെന്നൊക്കെ പറയും. എന്നിട്ട് അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, കുറേ പേര് പറയും ഇവർ ഇത്രയും പവർഫുൾ ആണെങ്കിൽ നമുക്ക് അവിടെ കയറാൻ പറ്റത്തില്ല. അപ്പോൾ ചിലർ പറയും നമുക്ക് ഈജിപ്തിലേക്ക് തിരിച്ചു പോയേക്കാന്ന് പറയും. അങ്ങനെ വരെ അവർ പ്ലാൻ ചെയ്യും. അതിനുവേണ്ടി അവർ വേറെ നേതാക്കന്മാരെയൊക്കെ എടുക്കും. അപ്പോൾ ദൈവം അവരോട് കോപിക്കും. അപ്പം മോശ അവരുടെ അടുത്ത് ദൈവത്തിൻ്റെ അടുത്ത് അവർക്ക് വേണ്ടി മാധ്യസ്ഥ അപേക്ഷിക്കും. അങ്ങനെയാണ് ഈ 40 years ഇവർ മരുഭൂമിയിൽ 40 വർഷം അലഞ്ഞു നടക്കുന്നത്. ഇസ്രായേൽക്കാർ അതിൻ്റെ ഒരു ശിക്ഷയായിട്ടാണ് മരുഭൂമിയിൽ 40 വർഷം അലഞ്ഞു നടക്കുന്നത്. ഓക്കെ, ഇനിയും ചാപ്റ്റേഴ്സ് 13 to 20 നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇവർ കാദേശ് ബർണിയയിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് ഡീറ്റെയിൽസ് പെട്ടെന്ന് നോക്കാം. ചാപ്റ്റർ 15 ഇവർ ഓഫറിങ്സ് പറയുന്നുണ്ട്, നേർച്ചകൾ അല്ലെങ്കിൽ ബലികൾ പറയുന്നുണ്ട്. പിന്നെ എല്ലാ ചാപ്റ്ററിലേക്ക് നമ്മൾ പോകുന്നില്ല. ഈ ചാപ്റ്റർ 20 നമ്മൾ കേട്ടിട്ടുണ്ട് മോശ പാറയിൽ വടി കൊണ്ട് തട്ടുമ്പം അവർക്ക് പാറയിൽ നിന്ന് വെള്ളം കിട്ടുമെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അത് ചാപ്റ്റർ 20 പിന്നെ പല സമയത്തും പിന്നെയും വരുന്നുണ്ട്, പാറയിൽ നിന്ന് വെള്ളം വരുന്ന കോൺസെപ്റ്റ് പിന്നെയും വരുന്നുണ്ട്. അങ്ങനെ ഈ ചാപ്റ്റർ 20 തന്നെയാണ് മൗണ്ട് ഹോമറി വെച്ചാണ് അഹറോൻ മരിക്കുന്നത്. മോശയുടെ സഹോദരനായ ഇസ്രായേലിന്റെ പ്രധാന പുരോഹിതനായ അഹറോൻ മരിക്കുന്നത് മൗണ്ട് ഹോമറി വെച്ചാണ് ഇൻ ചാപ്റ്റർ 20. ചാപ്റ്ററിന്റെ പേരുകൾ എനിക്കറിയില്ല, അങ്ങനെ നമ്മൾ പഠിക്കണമെന്ന് എനിക്ക് അറിയില്ല, അങ്ങനെ ക്വസ്റ്റ്യൻസ് വരുമെന്ന് തോന്നുന്നില്ല. ബട്ട് ഐ ഡോണ്ട് നോ ഫോർ ഷുവർ. എന്നാലും ആ ഒരു കോണ്ടെക്സ്റ്റ് ഏകദേശമൊക്കെ അറിഞ്ഞിരിക്കുന്നല്ല, പ്രധാന ഇവന്റ്സ് ഒക്കെ എവിടെയാണ്. അപ്പോൾ ആ ഒരു സ്ട്രക്ചർ നമുക്ക് കിട്ടും. ഇനി ചാപ്റ്റർ 21 ഇവർ കാനാൻ ദേശത്തിന് അടുത്തൂടെ പോകുമ്പോൾ ഇവർക്ക് സർപ്പദംശനം ഏൽക്കുന്നുണ്ട്. ദേ ഗെറ്റ് ബിറ്റൻ ബൈ സ്നേക്സ്, സർപ്പൻ ബൈറ്റ്സ് എന്ന് പറയും. അപ്പോൾ ഈ സർപ്പൻ ബൈറ്റ്സ് വരുന്നതിൻ്റെ ഒരു സിമ്പൽ എന്ന് പറയുന്നത് ഇവർ ഐഡൽ വർഷിപ്പിലേക്ക് പോകുന്നു. അപ്പോൾ ഇവർ ഈ കാനാനിയരുടെ അവരുടെ ഒരു ദേവസങ്കല്പമാണ് ഈ പാമ്പെന്ന് പറയുന്നത്. അപ്പോൾ ഇവർ ആ കാനാനിയരുടെ ദേശത്ത് വെച്ച് ഇവർക്ക് സർപ്പദംശനം ഏൽക്കുന്നു എന്ന് പറഞ്ഞാൽ മെയിൻ ഒരു കാരണം ഇവർ കുറേ പേര് ഐഡൽ വർഷിപ്പിലേക്ക് പോകുന്നു, വിഗ്രഹാരാധനയിലേക്ക് പോകുന്നു. അതുകൊണ്ടാണ് ഈ സർപ്പദംശനം ഏൽക്കുന്നത്. ഈ സർപ്പദംശനം ഏൽക്കുമ്പോൾ നിങ്ങൾക്കറിയായിരിക്കും ഓൾറെഡി ഇവരെന്താണ് ചെയ്യുന്നതെന്നുള്ളത്. ദൈവം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ദൈവം അവർക്ക് പിച്ചള സർപ്പത്തിനെ ഉയർത്തുകയാണ്. പിച്ചള സർപ്പത്തിനെ ഉയർത്തുന്നത് ബ്രോൺസ് സർപ്പൻ, നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഈ പിച്ചള സർപ്പത്തിനെ നോക്കുന്നവരെല്ലാം ഒരു സിമ്പലാണ് പിച്ചള സർപ്പം. അപ്പോൾ അതൊരു വിഗ്രഹമൊന്നുമല്ല, ഒരു സിമ്പലാണ്. ദൈവം പറയും ഈ പിച്ചള സർപ്പത്തിനെ നോക്കുന്നവരുടെ എല്ലാം പാമ്പ് കടിയിൽ നിന്നുള്ള അവർ രക്ഷപ്പെടും, അല്ലാത്തവരെല്ലാം മരിക്കും. അതാണ് പിച്ചള സർപ്പത്തിനെ ഉയർത്തിയത്. ഇതൊരു മെയിൻ ഇൻസിഡന്റ് ആണ്. ഇപ്പം പുതിയ നിയമത്തെ നമുക്ക് പറയുന്നുണ്ട്, മോശ പിച്ചള സർപ്പത്തിനെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടിയിരിക്കുന്നു എന്നൊക്കെ ഈശോ പറയുന്നുണ്ട്. അപ്പം അതൊരു സിമ്പലാണ്. അത് ബേസിക്കലി പിച്ചള സർപ്പത്തിനെ നോക്കുന്നവരൊക്കെ രക്ഷപ്രാപിക്കുന്ന പോലെ തന്നെ കുരിശിലേക്ക് നോക്കുന്നവരൊക്കെ രക്ഷപ്രാപിക്കുന്നു. അപ്പം അത് പ്രത്യേകമായിട്ട് അച്ഛൻ പറയുന്നില്ല, ഞാനത് ജസ്റ്റ് ഒന്ന് റിലേറ്റ് ചെയ്യുന്നു. അപ്പോൾ പിച്ചള സർപ്പത്തിന്, അതായത് ചാപ്റ്റർ 21. ചാപ്റ്റർ 22 ഇവർ യുദ്ധം. അപ്പൊ ഈ 40 വർഷം ഇവർ മരുഭൂമി കൂടെ അലയുന്നതിനെ കുറിച്ച് അത്ര എക്സ്പ്ലനേഷൻ ബൈബിളിൽ ഇല്ല, ഒരു 1-2 ചാപ്റ്ററിലേ ഉള്ളൂ. അപ്പൊ ചാപ്റ്റർ 21, 22 വരുമ്പോഴത്തേന് ഇവർ തിരിച്ചു വരുന്നു. 40 വർഷം കഴിയുന്നു. ഇനിയും ഇവര് ബാലാക്ക് എന്ന് പറഞ്ഞ രാജാവ് അവരെ യുദ്ധം ചെയ്യാൻ വരുമ്പോൾ ബാലാം എന്ന് പറഞ്ഞൊരു
ഒരു പ്രവാചകനെ, ഒരു വിജാതീയ പ്രവാചകനെ ഇവരെ കേഴ്സ് ചെയ്യാൻ വേണ്ടി വിളിക്കുന്നു. നമ്മളത് ചിലർക്കൊക്കെ അറിയായിരിക്കും, അത് ബാലാമിന്റെ ഒരു കഴുതയുണ്ട്. അപ്പം ദൈവത്തിന്റെ ദൂതൻ അവിടെ നിൽക്കുന്നു. ബാലാം ഇങ്ങനെ ദൈവത്തിന്റെ ദൂതനെ ബാലാമിന് കാണാൻ പറ്റുന്നില്ല, കാരണം ബാലാം ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കാതെ പോകുന്നത്. അപ്പൊ ബാലാമിന്റെ കഴുത ഇത് കണ്ടിട്ട് കഴുത സംസാരിക്കുകയാണ്. ബൈബിളിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ട്, ചിലരൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ അതാണ് ബാലാമും ബാലാക്കും. ഇതൊക്കെ ചാപ്റ്റർ 22 നമ്പേഴ്സ്. ഓക്കെ, 23-24 ഈ ബാലാം അവിടെ ചെല്ലുന്നു. അപ്പൊ ബാലാമിന് മാറ്റം ഉണ്ടാകുന്നു, ഏഞ്ചല് പറയുന്നതനുസരിച്ചിട്ട് ദൈവത്തിന്റെ വഴിയിലേക്ക് വരുന്നു. അങ്ങനെ ഈ ബാലാം ബ്ലെസ്സിങ്സ് കൊടുക്കുകയാണ് ഇസ്രായേലിന്, ശാപത്തിന് പകരം അനുഗ്രഹം കൊടുക്കുകയാണ്. എന്നിട്ട് ബാലാമിന്റെ ഒരു പ്രവചനമുണ്ട്, ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് ബാലാം പ്രവചിക്കുന്നുണ്ട്. ചാപ്റ്റേഴ്സ് 23-24 അതിലാണ് ഒരു യാക്കോബിന്റെ ഭവനത്തിൽ നിന്നല്ല, യാക്കോബിന്റെ ഇതിൽ നിന്നൊരു താരം, ഒരു നക്ഷത്രം ഉദിക്കും എന്ന് പറയുന്നത്. അതായത് മെസ്സിയായെ കുറിച്ചാണ് പറയുന്നത്. ബാലാം മെസ്സിയായെ കുറിച്ച് പ്രവചിക്കുകയാണ്, ചാപ്റ്റർ 23-24 അതിലാണ്. അപ്പം അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ഈ വിജാതീയരായിട്ടുള്ള പ്രോഫറ്റ്സിനെ പോലും കൺവേർട്ട് ചെയ്ത് ഇസ്രായേലിനുള്ള അനുഗ്രഹമാക്കി ദൈവം മാറ്റുവാണ്. അപ്പൊ ദൈവത്തിന് ഇസ്രായേൽക്കാരുടെ മേൽ മാത്രമല്ല, ഈവൻ വിജാതീയരുടെ മേലും ദൈവത്തിന് ശക്തി ഉണ്ടെന്നുള്ള ഒരു ഇതാണ് കാണിക്കുന്നത്. ചാപ്റ്റർ 25 25-ാമത്തെ ചാപ്റ്ററിൽ പിന്നെയും പാപം ചെയ്യുന്നു ഇവര് മൊവാബിയരുമായിട്ട് ബന്ധപ്പെടുന്നു. പിന്നെ മൊവാബിയരായിട്ട് ബന്ധപ്പെടുന്നു എന്നുള്ളത് മാത്രമല്ല, അവർ ഐഡൽ വർഷിപ്പ് പിന്നെയും ചെയ്യുന്നു, ഒരു കംപ്ലൈൻറ്റ് ചെയ്യുന്നു. ഇതൊക്കെ ചാപ്റ്റർ 25 വരുന്നു. അങ്ങനെ ചാപ്റ്റർ 26 വരുമ്പോഴത്തേനും ദൈവം മോശയോട് പറയുന്ന അനുസരിച്ചിട്ട് ഒരു രണ്ടാമത്തെ ഒരു സെൻസസ് എടുക്കുകയാണ്. നമുക്കറിയാം ബുക്ക് ഓഫ് നമ്പേഴ്സ് കണക്കെടുപ്പാണ്. നമ്മൾ ബുക്ക് ഓഫ് നമ്പേഴ്സിലാണ് സെക്കൻഡ് സെൻസസ്. ഫസ്റ്റ് സെൻസസ് തുടക്കത്തിലാണ്, സെക്കൻഡ് സെൻസസ് എടുക്കാൻ പറ്റും. ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ 40 years 40 വർഷം ഇവർ മരുഭൂമി കൂടെ അലഞ്ഞു. അപ്പൊ തന്നെ മൊത്തം ജനറേഷൻ മാറി അടുത്ത ജനറേഷൻ വന്നു. അപ്പൊ തീർച്ചയായിട്ടും അടുത്തൊരു സെൻസസിനുള്ള സമയമായി. ഇനി അത് കഴിഞ്ഞിട്ടുള്ള ചാപ്റ്ററുകളിലാണ് ജോഷുവയെ തിരഞ്ഞെടുക്കുന്നത്. പിന്നെ മൊവാബിന്റെ താഴ്വരയിൽ ഇവരെത്തുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവര് ഈ വാഗ്ദത്ത ഭൂമിയുടെ ബോർഡേഴ്സ്, അതായത് അതിർത്തികളൊക്കെ ഇവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു. ഈ വാഗ്ദത്ത ഭൂമി എങ്ങനെ ഈ 12 ട്രൈബ്സിനിടയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെന്ന് പറയുന്നു. ഇതൊക്കെ പിന്നെയുള്ള ചാപ്റ്റേഴ്സിലാണ്. അങ്ങനെ ഒരു വാഗ്ദത്ത ഭൂമിയുടെ താഴെ നിൽക്കുകയാണ്, കയറാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. കയറുമ്പം ഇനി അത് നമ്മൾ പിന്നെയാണ് കാണുന്നത്, നമ്പേഴ്സിലില്ല. അപ്പൊ അവിടെ നിൽക്കുമ്പോൾ മൊത്തം ജനറേഷൻ മാറുവാണ്. മൊത്തം ജനറേഷൻ മാറുമ്പം മോശ ഈ കൽപ്പനകളെല്ലാം അവർക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കൊടുക്കണം. കാരണം ജനറേഷനെല്ലാം മാറി, ആൾക്കാരെല്ലാം പുതിയതായി, ഇവരെ ഇത് ഓർമ്മിപ്പിക്കേണ്ടത് ആവശ്യമുണ്ട്. അങ്ങനെയാണ് കൽപ്പനകൾ, നിയമം ആവർത്തിക്കുന്നത്. അതാണ് നമ്മൾ ഇനിയും കാണാൻ പോകുന്നത് അടുത്ത ചാപ്റ്റേഴ്സിൽ ഡ്യൂട്രോണമി വരുന്നത്. നമ്മൾ ഡ്യൂട്രോണമിയിലേക്ക് പോകുന്നില്ല. ഇനി ബുക്ക് ഓഫ് നമ്പേഴ്സിൽ എനിക്ക് തോന്നുന്നു ഇത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നു. ഇതിലൊരു ക്വസ്റ്റ്യൻ എനിക്ക് തോന്നുന്നു. കാരണം തിയോളജിക്കൽ തീംസ്, ദൈവശാസ്ത്രപരമായി എന്തൊക്കെ തീംസ് ആണ് ഈ ബുക്ക് ഓഫ് നമ്പേഴ്സിൽ ഉള്ളതെന്നുള്ളതാണ്. ഓക്കെ, ദൈവശാസ്ത്രപരമായിട്ട് എന്തൊക്കെ തീംസ് ഉണ്ടെന്നുള്ളത്. നമ്പർ 1, കൂടെ വസിക്കുന്ന ദൈവമാണെന്ന് നമ്മൾ നേരത്തെ കാണുന്നുണ്ട്. ഈ കൂടെ വസിക്കുന്ന ദൈവം ഇസ്രായേലിനെ നയിക്കുന്നു. ഗോഡ് ഈസ് ലീഡിങ് ദ പീപ്പിൾ ഓഫ് ഇസ്രായേൽ. ഇതാണ് ആദ്യത്തെ കോൺസെപ്റ്റ്. നമുക്കറിയാം, പകൽ മേഘസ്തംഭമായും രാത്രിയിൽ അഗ്നിസ്തംഭമായും ദൈവം നയിക്കുന്നു. അതുപോലെ തന്നെ വാഗ്ദത്ത പേടകം മുന്നിൽ പോകുന്നു, അങ്ങനെ നയിക്കുന്നു. ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പം അതാണ് ഇസ്രായേലിനെ നയിക്കുന്ന ദൈവം. ദാറ്റ്സ് ദ ഫസ്റ്റ് കോൺസെപ്റ്റ് ഇൻ ദ ബുക്ക് ഓഫ് നമ്പേഴ്സ്. തിയോളജിക്കൽ കോൺസെപ്റ്റ്സ് ആണ്, തിയോളജിക്കൽ തീംസ് ആണ് കാണുന്നത്. രണ്ടാമത്തേത് പരിപാലിക്കുന്നവനായ ദൈവം, അതായത് ദ ഗോഡ് ഹു ടേക്സ് കെയർ ഓഫ് ഇസ്രായേൽ. കാരണം അവർക്ക് വിശക്കുന്നു, ഭക്ഷണം കൊടുക്കുന്നു, മന്ന കൊടുക്കുന്നു, കാടപ്പക്ഷി കൊടുക്കുന്നു, അവർക്ക് നേതാക്കന്മാരെ കൊടുക്കുന്നു, മോശയെ സഹായിക്കാൻ വേണ്ടി നേതാക്കന്മാരെ ഹെൽപ്പ് ചെയ്യുന്നു, കൊടുക്കുന്നു. പിന്നെ മോശയുടെയും അഹ്റോന്റെയും ആധികാരിക ദൈവം ഉറപ്പിക്കുന്നു. അതാണ് പരിപാലിക്കുന്നവനായ ദൈവം. ഇനി മൂന്നാമത് ദ ഗോഡ് ഹു പണിഷസ്, ശിക്ഷണം നൽകുന്ന ദൈവം. ദ ഗോഡ് ഹു പണിഷസ്, അത് ക്ലാരിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്കറിയാം. പല പ്രാവശ്യം അവർ തെറ്റിപ്പോകുന്നു, അവർക്ക് പണിഷ്മെന്റ് കൊടുക്കുന്നു. നാലാമത്തേത് പ്രോമിസ്ഡ് ലാൻഡ്. പ്രോമിസ്ഡ് ലാൻഡ് എന്ന് പറഞ്ഞൊരു ഐഡിയ ആണ്. അതായത് വാഗ്ദത്ത ദേശം നമ്മൾ പറയുന്നത്, വാഗ്ദത്ത ഭൂമി എന്ന് പറയുന്നത് അത് ദൈവത്തിന്റെ ഒരു ദാനമാണ്, ഒരു ഗിഫ്റ്റാണ്. പക്ഷെ ദൈവം പറയുന്നുണ്ട്, ഇതെന്റെ ഒരു ഗിഫ്റ്റ് ആണെങ്കിലും നിങ്ങളും കൂടെ പണിയെടുത്താലേ നിങ്ങൾക്ക് ഇത് കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഇവർ യുദ്ധം ചെയ്യുന്നു, ഇവർ അതിന് വേണ്ടി കുറെ ശ്രമിക്കുന്നുണ്ട് അവിടെ കയറാൻ വേണ്ടി. അപ്പം ദൈവത്തിന്റെ ഒരു ഗിഫ്റ്റ് ആണ്, പക്ഷെ ഇസ്രായേലും അതിൻ്റെ കൂടെ വർക്ക് ചെയ്താലേ അവർക്ക് അത് കിട്ടത്തുള്ളൂ. അതാണ് പ്രോമിസ്ഡ് ലാൻഡ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഫോർത്ത് ഐഡിയ. ഓക്കെ, ഇനിയും ഫിഫ്ത്ത് ഐഡിയ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. 40 എന്നുള്ള നമ്പറിന്റെ ഇമ്പോർട്ടൻസ് ആണ്. ഇവർ 40 വർഷം ഇവര് മരുഭൂമി കൂടെ അലയുവാണ്. 40.
അപ്പൊ ഈ 40 നമ്പർ 40 കാണിക്കുന്നത് ഒരു പ്രിപ്പറേഷൻ, ഒരു ഒരുക്കത്തിന്റെ ഒരു നമ്പറാണ് നമ്പർ 40 കാണിക്കുന്നത്. അതായത് ഇവർ 40 വർഷം മരുഭൂമി കൂടെ അലയുവാണ്. ഈ മോശ 10 കൽപ്പനയ്ക്ക് സീനാമലയിലേക്ക് പോകുന്നതിനും സ്വീകരിക്കാൻ വേണ്ടി 10 കൽപ്പന ദൈവത്തിൻ്റെ നിന്ന് മേടിക്കാൻ വേണ്ടി പോകുന്നതിന് മുമ്പ് 40 ദിവസം മോശ ഫാസ്റ്റിംഗ് ചെയ്യുവാണ്. 40 ദിവസത്തെ പ്രിപ്പറേഷൻ മോശ ചെയ്തിട്ടാണ് ഈ 10 കൽപ്പനകൾ മേടിക്കാൻ പോകുന്നത്. അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുക്കം വേണം. അതുപോലെ നമുക്കറിയാം യേശു ക്രിസ്തു പുതിയ നിയമത്തിൽ പബ്ലിക് മിനിസ്ട്രി, പരസ്യ ജീവിതം തുടങ്ങുന്നതിന് മുമ്പ് 40 ദിവസം ഉപവസിക്കുന്നുണ്ട്, ഫാസ്റ്റിംഗ് ഫോർ 40 days. അപ്പം ഇതെല്ലാം ഒരു ഓൾഡ് ആൻഡ് ന്യൂ ടെസ്റ്റ്മെന്റ് കണക്ഷൻ. ആ 40 days എന്ന് പറഞ്ഞൊരു പ്രിപ്പറേഷൻ, ജീസസിന്റെ പബ്ലിക് മിനിസ്ട്രി അത്രയും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമായതുകൊണ്ട് യേശു 40 ദിവസം ഉപവസിക്കുന്നു. ഇതാണ് നമ്പർ 5, 40യുടെ ഇമ്പോർട്ടൻസ്. നമ്പർ 6, മരുഭൂമിയുടെ ഒരു മരുഭൂമി എന്ന് പറഞ്ഞൊരു ഐഡിയ, ഡെസേർട്ട് എന്നൊരു ഐഡിയ. അതായത് ഈ വിജാതിയർക്ക് മരുഭൂമി എന്ന് പറഞ്ഞാൽ ഒരു മരണത്തിൻ്റെയും നാശത്തിൻ്റെയും ഒരു സിമ്പലായിരുന്നു. നമുക്കറിയാം മരുഭൂമി പോയാൽ നമ്മളിങ്ങനെ തപ്പി നടക്കും, ചിലപ്പോൾ മരിച്ചു പോകും, വെള്ളമില്ല, ഒന്നുമില്ല. അപ്പം നാശത്തിൻ്റെ സിമ്പലായിരുന്നു. പക്ഷേ ഈ ദൈവം ഇസ്രായേൽക്കാർക്ക് ഈ മരുഭൂമി എന്ന് പറയുന്നത് ഒരു ഉടമ്പടിയുടെ സിമ്പലാക്കി മാറ്റി, കവനന്റിന്റെ ഒരു സിമ്പലാക്കി മാറ്റി. ഇറ്റ് ഈസ് ഓൾസോ എ സിമ്പിൾ ഓഫ് ലിസണിങ് ടു ദ വോയിസ് ഓഫ് ഗോഡ്. അപ്പൊ വിജാതിയർക്ക് ഡെത്ത് ആൻഡ് ഡിസ്ട്രക്ഷന്റെ സിമ്പലായിരുന്ന മരുഭൂമി ദൈവം ഇസ്രായേൽക്കാർക്ക് ഉടമ്പടിയുടെയും ദൈവത്തിന്റെ സ്വരം ശ്രവിക്കുന്നതിന്റെ ഒരു സിമ്പലാക്കി മാറ്റുകയാണ്. ഇനി മരുഭൂമി വെച്ച് അവർക്ക് ഒത്തിരി ടെംപ്ടേഷൻസ് ഉണ്ടാകുന്നുണ്ട്. അപ്പൊ മരുഭൂമി ടെംപ്ടേഷൻസിന്റെ ഒരു സ്ഥലം കൂടിയാണ്. അതുപോലെ നമുക്കറിയാം പുതിയ നിയമത്തിലേക്ക് വരുമ്പം ജീസസിന്റെ 3 ടെംപ്ടേഷൻസ് ഉണ്ടല്ലോ, അതും മരുഭൂമി വെച്ചാണ് പരീക്ഷിക്കപ്പെടാൻ വേണ്ടി ആത്മാവിനെ മരുഭൂമിയിലേക്ക് നയിച്ചു നമ്മൾ ന്യൂ ടെസ്റ്റ്മെന്റിൽ പറയുന്നത്. അപ്പോൾ മരുഭൂമി ടെംപ്ടേഷൻസിന്റെ ഒരു ഇതുണ്ട്. ഇതാണ് 6ാമത്തെ ഐഡിയ, തിയോളജിക്കൽ ഐഡിയ എന്ന് പറയുന്നത്, ഡെസേർട്ട്, മരുഭൂമി. 7ാമത്തെ ഐഡിയ എന്ന് പറഞ്ഞാൽ ഇന്റർസെഷൻ ഓഫ് മോസസ് ആണ്. അതായത് മോശയുടെ ഒരു മോശ മാധ്യസ്ഥം വഹിക്കുമ്പോഴാണ് പല കാര്യങ്ങളും നടക്കുന്നത്. മോശയുടെ ലീഡർഷിപ്പ് ദൈവം ഉറപ്പിക്കുന്നുണ്ട്, ഓത്തന്റിസിറ്റി ആൻഡ് ലീഡർഷിപ്പ് ഓഫ് മോസസ്. അതുപോലെ തന്നെ ഓത്തന്റിസിറ്റി ഓഫ് ആരൺ, അഹ്റോനെ ഇവർ ചോദ്യം ചെയ്യുമ്പോഴും ദൈവം അഹ്റോന്റെ ലീഡർഷിപ്പും ഉറപ്പിക്കുന്നുണ്ട്. ഇനി പൊതുവായിട്ട് നമ്മൾ നമ്പേഴ്സ്, ബുക്ക് ഓഫ് നമ്പേഴ്സിലെ ഈ ജേണി നമ്മൾ പറയുമ്പോൾ, ഈ യാത്ര പറയുമ്പോൾ നമ്മുടെ ഒരു ക്രിസ്ത്യൻ ജേണിയുമായിട്ട് നമുക്കതിനെ താരതമ്യപ്പെടുത്താം. ഈ ഇസ്രായേൽക്കാർ നമ്പേഴ്സിൽ ഈ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ക്രിസ്ത്യൻ ജേണിയുമായിട്ട് നമുക്കിതിനെ താരതമ്യപ്പെടുത്താം, നമ്മുടെ ക്രിസ്ത്യൻ ലൈഫ് വെച്ച് ബന്ധപ്പെടുമ്പോൾ. നമ്മുടെ സ്പിരിച്വൽ ജേണിയായിട്ട് നമുക്കതിനെ താരതമ്യപ്പെടുത്താം. ഇപ്പൊ പഴയ നിയമത്തിൽ ഈ ഇസ്രായേൽക്കാരുടെ യാത്രയുടെ ഇടയിൽ മോശയും അഹ്റോനും ഇവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു, ഇന്റർസീഡ് ചെയ്യുന്നു. ഇപ്പൊ മോശയോടും അഹ്റോനോടും ചേർന്ന് അവർ പറയുന്ന അനുസരിച്ച് പോയവര് രക്ഷ പ്രാപിക്കുന്നു, അല്ലാത്തവർ ശിക്ഷിക്കപ്പെടുന്നു. അതുപോലെ നമ്മുടെ ഇന്നത്തെ ക്രിസ്ത്യൻ ജേണിയിൽ നമ്മൾ സഭയോട് ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഐഡിയ, സ്റ്റേ വിത്ത് ദ ചേർച്ച്. അതാണ് അവർ മോശയോട് അഹ്റോനോട് ചേർന്ന് നിന്ന പോലെ നമ്മൾ സഭയോട് ചേർന്ന് നിൽക്കുക. ഇനി അതുപോലെ അവർക്ക് ഭക്ഷണമായിട്ട് മന്നായും കാടപ്പക്ഷിയും കൊടുക്കുന്നുണ്ട്, കാടപ്പക്ഷിയും കൊടുക്കുന്നുണ്ട്. ഈ മന്ന എന്ന് പറയുന്നത് യേശു ക്രിസ്തു പറയുന്നുള്ളൂ, മരുഭൂമിയിൽ നിങ്ങളുടെ പൂർവികന്മാർ അവര് മന്ന ഭക്ഷിച്ചു, ഞാനാണ് പക്ഷെ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവനുള്ള അപ്പം ഞാനാകുന്നു എന്ന് യേശു പറയുന്നുണ്ട്. അപ്പം നമ്മൾക്ക് ഈ പുതിയ നമ്മുടെ ക്രിസ്ത്യൻ ലൈഫിൽ ഈ മന്ന അവർ ഭക്ഷിച്ച് ഇവർക്ക് ജീവിക്കാൻ വേണ്ടി ഇവർ ഭക്ഷിച്ചതുപോലെ നമുക്ക് വിശുദ്ധ കുർബാന, യൂക്കറിസ്റ്റ് ആണ് മന്ന എന്ന് പറയുന്നത് ശരിക്കും യൂക്കറിസ്റ്റിന്റെ ഒരു സിമ്പലാണ്. അപ്പം നമ്മൾക്ക് ഭക്ഷണമായിട്ട്, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഭക്ഷണമായിട്ട് കിട്ടിയിരിക്കുന്നത് കുർബാനയാണ്, യൂക്കറിസ്റ്റ് ആണ്, അതുപോലെ തന്നെ ബാക്കി സാക്രമെന്റ്സ്. ഇതാണ് നമ്മൾ ആ ജേണി ഇൻ നമ്പേഴ്സ് എന്ന് പറയുന്നത്, ഹൗ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദ ക്രിസ്ത്യൻ ജേണി എന്ന് വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം. അപ്പൊ ഈ ഒരു ഐഡിയ ആണ് വരുന്നത്. ഈ ഇന്റർസെഷൻ, മോശയുടെ ആരന്റെ ഇന്റർസെഷൻ, അതുപോലെ തന്നെ നമ്മൾ ഇന്ന് സഭയോട് ചേർന്ന് നിൽക്കുന്നു. മന്നായും ഒക്കെ കാടപ്പക്ഷി അവർ കൊടുത്തു. ഈ മന്ന പുതിയ നിയമത്തിലെ പുതിയ മന്ന എന്ന് പറയുന്നത് ഈശോയുടെ ശരീരമാണ്. അപ്പം ഇതാണ് നമ്മുടെ ബുക്ക് ഓഫ് നമ്പേഴ്സിന്റെ മെയിൻ കോൺസെപ്റ്റ്. എപ്പിസോഡ് 15 ഒരു സമ്മറി എന്ന് പറഞ്ഞതാണ്. താങ്ക് യു ഷിബിൻ. നമുക്കിനി വേറെ എപ്പിസോഡ്സ് ഒന്നുമില്ല. എനിക്കറിയാം സമയം ആവാറായെന്ന്. അച്ഛൻ നമ്മുടെ പ്രാർത്ഥനയിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനപ്പോൾ ലാസ്റ്റ് ചെയ്യുന്നത് നമുക്ക് മേ ബി ഒരു 10 minutes നമ്മുടെ ഇതുവരെയുള്ള എപ്പിസോഡുകളിൽ നിന്ന് വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രം ഒന്ന് ഡിസ്കസ് ചെയ്തേക്കാം. ഇപ്പൊ നമുക്ക് വെരി ഗുഡ്. ഇപ്പൊ എപ്പിസോഡ് ഇന്ന് എപ്പിസോഡിന്റെ ആകുന്നു. പക്ഷെ ഇനിയിപ്പോ ആന്റണി
ഈ ഇത്രയും ദിവസങ്ങളിൽ, അതായത് 17 വരെ അല്ലേ, 15 വരെ 15 വരെ ഉള്ള എപ്പിസോഡില് നമ്മുടെ ആ ഫസ്റ്റ് ടൈം വന്ന എക്സാമിനേഷനിലുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒന്ന് ഇത് ചെയ്യും ആദ്യം തൊട്ട്. അപ്പൊ അത് ഒരു റിവിഷൻ പോലെ ആവും. നമ്മൾ കേട്ട ആ എപ്പിസോഡും അതിന്റെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസും ആൻസേഴ്സും he will be explaining, so you can listen to that. Already the question and answers are there. I have put in the group session, but still he will be collecting all the questions which are relevant to the episodes what we have heard from different people. Very good. നമുക്ക് ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്, നമ്മളത് ഇതുവരെ ഡിസ്കസ് ചെയ്തില്ലായിരുന്നു. എന്താണ് ലക്ഷ്യോ ഡിവിനയുടെ സ്റ്റെപ്പുകൾ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അതെനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ അതിന്റെ ആൻസർ ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞു പോയേക്കാം. റീഡിങ് അല്ലാന്നുണ്ടെങ്കിൽ വായന, റിഫ്ലക്ഷൻ ഓർ വിചിന്തനം, പ്രയർ ഓർ പ്രാർത്ഥന, കണ്ടംപ്ലേഷൻ അല്ലെന്നുണ്ടെങ്കിൽ പൂർണ്ണ ധ്യാനം, ആക്ഷൻ അല്ലെങ്കിൽ പ്രവൃത്തി, വിറ്റ്നസിങ് അല്ലെങ്കിൽ സാക്ഷ്യം പറയൽ. അതിൽ തന്നെ പ്രാർത്ഥനയുടെ 4 രീതികളും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആ 4 രീതികൾ എന്ന് പറയുന്നത് അനുതാപത്തിന്റെ പ്രാർത്ഥന, നന്ദിയുടെ പ്രാർത്ഥന, അപേക്ഷയുടെ പ്രാർത്ഥന, സ്തുതിയുടെയും ആരാധനയുടെയും പ്രാർത്ഥന. അതാണ് ഒരു മെയിൻ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു നമുക്ക്. അതുപോലെ തന്നെ ആരാണ് ഈ ലക്ഷ്യോ ദിവിന എന്ന് പറഞ്ഞത് രൂപപ്പെടുത്തിയെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അത് ഒറിജിൻ എന്ന് പറഞ്ഞ ആളാണ് അത് ചെയ്തത്. ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് നമുക്ക് സെക്കൻഡ് ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നത് നമ്മൾ ബൈബിൾ വ്യാഖ്യാനിക്കുമ്പോൾ എന്തെല്ലാമാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അത് 3 കാര്യങ്ങളാണ് പറയുന്നത്. ദ വേൾഡ് ബിഹൈൻഡ് ദ ടെക്സ്റ്റ്, അതിലുദ്ദേശിക്കുന്നത് അത് ഏത് കാലഘട്ടത്തിലാണ് എഴുതിയത്, ആർക്ക് വേണ്ടിയാണ് എഴുതിയത്, ആരെഴുതി, എന്തിനെഴുതി. പിന്നെ പറയുന്നത് ദ വേൾഡ് വിത്തിൻ ദ ടെക്സ്റ്റ്, വേദഭാഗത്തിലുള്ള ലോകം എന്താണ് എന്നുള്ളൊരു കൺസെപ്റ്റ് പറയുന്നുണ്ട്. പിന്നെ ദ വേൾഡ് ബിഫോർ ദ ടെക്സ്റ്റ്, വേദഭാഗത്തിന്റെ മുന്നിലുള്ള ലോകം. അങ്ങനെ 3 കാര്യങ്ങളാണ് നമ്മൾ ബൈബിൾ വ്യാഖ്യാനിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇന്ന് ഷിബിൻ പറഞ്ഞ കുറച്ച് 3 എപ്പിസോഡുകളിൽ നിന്ന് നമുക്ക് അത്യാവശ്യം കുറെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതിലത്തെ ഒരു മെയിൻ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ് നന്മ തിന്മകളുടെ വൃക്ഷം. അതെനിക്ക് ഓൾറെഡി ഷിബിൻ പറഞ്ഞതാണ്. അപ്പൊ അതിന്റെ ആൻസർ പറയുന്നത് ഇസ്രായേൽക്കാരുടെ ചരിത്രത്തിൽ നന്മ തിന്മകളുടെ വൃക്ഷം എന്ന് പറയുന്നത് തോറയാണ്. ജീവന്റെ വൃക്ഷം തോറയുടെ പൂർത്തീകരണമായ ഈശോമിശിഹായുടെ പൂർത്തീകരണമാണ്. അപ്പൊ അതിനെയാണ് നന്മ തിന്മകളുടെ വൃക്ഷം എന്ന് മെയിനായിട്ട് അർത്ഥമാക്കുന്നത്. അതിനുശേഷം പിന്നെ പറയുന്നത് ലേവ്യരുടെ പുസ്തകത്തിലെ കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ അതിൽ ചോദിക്കുന്നത് എന്താണ് ലേവ്യരുടെ പ്രധാനമായിട്ടുള്ള കടമകൾ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതിൽ പറയുന്നത് ബലിപീഠത്തിലേക്ക് പോകുമ്പോൾ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കരുത്, ശുദ്ധവും അശുദ്ധവും തമ്മിൽ വേർതിരിച്ച് നൽകണം, മോശ കൽപ്പിച്ച നിയമങ്ങളും ചട്ടങ്ങളും ജനങ്ങളെ അറിയിക്കണം. അതാണ് 3 ലേവ്യരുടെ കടമകളായിട്ട് പറയുന്നത്. അതിനുശേഷം വേറൊരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് എന്താണ്, അതും ഷിബിൻ പറഞ്ഞതാണ്, എന്താണ് ഉടമ്പടിയുടെ പേടകവും സാക്ഷ്യ കൂടാരവും തമ്മിലുള്ള വ്യത്യാസം. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പൊ അത് ഷിബിൻ പറഞ്ഞ പോലെ തന്നെ സാക്ഷ്യ കൂടാരത്തില് അവിടെ വെച്ചിട്ടാണ് മോശ ദൈവത്തോട് സംഭാഷണത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. അതിലാണ് ഷിബിൻ പറഞ്ഞത് മേഘമായിട്ട് രാവിലെ അല്ലെങ്കിൽ അവർക്ക് കാണാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെയാണ് ഒരു കമ്മ്യൂണിക്കേഷൻ മോശയും ദൈവവുമായിട്ട് നടക്കുന്നുണ്ടായിരുന്നത്. ഉടമ്പടിയുടെ പേടകത്തില് ദൈവ സാന്നിധ്യം ഉണ്ടായിരുന്നു, അതും മോശ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഈ പേടകത്തിൽ വെച്ചിട്ടാണ്, ഉടമ്പടിയുടെ പേടകത്തിലാണ് കർത്താവിന്റെ കൽപ്പനയുടെ ഉടമ്പടി പ്രതിഷ്ഠിക്കുന്നത്, ദ കവണന്റ്. അതുപോലെ തന്നെ സീനായിൽ നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞപ്പോൾ സാക്ഷികൂടാരമായിരുന്നു ദൈവത്തിന്റെ ഹിതം അറിയാനായിട്ട് പിന്നീട് കരുതിയിരുന്നത്. അപ്പൊ അതാണ് തമ്മിലുള്ളൊരു ഡിഫറൻസ് ആയിട്ട് പറയുന്നത്. പിന്നീട് പറയുന്നൊരു ക്വസ്റ്റ്യൻ വിശുദ്ധ ബൈബിളിന്റെ ഡിവിഷനെ കുറിച്ചിട്ടാണ്. അതായത് ഓൾഡ് ടെസ്റ്റ്മെന്റിൽ എത്ര ബുക്സ് ഉണ്ട്, അതിന്റെ ഡിവിഷൻ എന്താണ്, അതുപോലെ തന്നെ ന്യൂ ടെസ്റ്റ്മെന്റിൽ എത്ര ബുക്സ് ഉണ്ടെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയാം, ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ പുതിയ നിയമത്തിലെ പുസ്തകങ്ങളിലെ എങ്ങനെ തരം തിരിച്ചിരിക്കുന്നു, അത് ഏതെല്ലാം എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പൊ അതിന് നമ്മൾ സുവിശേഷങ്ങൾ, അപ്പസ്തോല പ്രവർത്തനങ്ങൾ, വിശുദ്ധ പൗലോസ് ശ്ലീഹായുടെ ലേഖനങ്ങൾ,
കാതോലിക ലേഖനങ്ങൾ, വെളിപാട്, അങ്ങനെയാണ് തരംതിരിച്ചിരിക്കുന്നത്. അപ്പം അതിൻ്റെ എക്സ്പ്ലനേഷനും ഏതൊക്കെയാണ് സുവിശേഷങ്ങൾ. 4 സുവിശേഷങ്ങളാണ്: മത്തായി, മർക്കോസ്, ലൂക്ക, യോഹന്നാൻ. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 1, വിശുദ്ധ പൗലോസിന്റെ 14 ലേഖനങ്ങൾ, റോമാക്കാർക്ക് എഴുതിയ ലേഖനങ്ങൾ മുതൽ ഹെബ്രായർ വരെ. പിന്നെ ഒരു വ്യക്തിക്കോ സഭയ്ക്കോ വേണ്ടി പ്രത്യേകമായി എഴുതിയിരിക്കുന്നു. കാതോലിക ലേഖനങ്ങൾ 7 എണ്ണമാണ്. ആദിമസഭയിലെ എല്ലാ കമ്മ്യൂണിറ്റികൾക്കും വേണ്ടിയാണ് അത് എഴുതിയിരുന്നത്. പിന്നെ വെളിപാട്, അതാണ് പിന്നെ വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. പിന്നെ ചോദിച്ചിരിക്കുന്നത് പഴയ നിയമത്തിന്റെ പ്രധാനപ്പെട്ട പുരാതന പതിപ്പുകൾ ഏതാണ്? അതായത് എനിക്ക് തോന്നുന്നു അത് എപ്പിസോഡ് 5, 6, 7, 8, അതായത് ഇൻട്രൊഡക്ഷൻ ടു ഓൾഡ് ടെസ്റ്റ്മെന്റ് എന്നുള്ള ആ ഒരു സെക്ഷനിലാണ് അത് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയാണ് പഴയ പണ്ട് കാലത്തുണ്ടായിരുന്ന ബൈബിളിന്റെ പ്രധാനപ്പെട്ട പതിപ്പുകൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് 5 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അതായത് അതിൽ വരുന്നത് ബാബിലോണിലേക്കുള്ള പ്രവാസകാലത്ത് ഇസ്രായേൽക്കാരുടെ ഭാഷ എന്ന് പറയുന്നത് ഹീബ്രു ഭാഷയായിരുന്നു. അതിനാൽ പഴയ നിയമത്തിന്റെ ഭൂരിഭാഗങ്ങളും യഥാർത്ഥത്തിൽ ഹീബ്രു ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്. അതിനാൽ യഹൂദന്മാർ എന്തും പിന്തുടരുന്നത് പഴയ നിയമത്തിന്റെ ആദ്യ പതിപ്പ്, ആ 39 പുസ്തകങ്ങൾ അടങ്ങിയ ഹീബ്രു ബൈബിളാണ്. പിന്നെ അത് ബാബിലോൺ പ്രവാസത്തിന്റെ സമയത്താണ്. ബാബിലോൺ പ്രവാസത്തിന് ശേഷം യഹൂദന്മാരുടെ സംസാര ഭാഷയായത് അരാമിക് ഭാഷയായിട്ട് മാറി. അതനുസരിച്ചിട്ട് റബ്ബിമാർ ഹീബ്രു ബൈബിളിനെ അവരുടെ വ്യാഖ്യാനങ്ങൾക്കൊപ്പം അരാമിക് ഭാഷയിലേക്ക് വാമൊഴിയായി വിവർത്തനം ചെയ്തു. അതിനെ പിന്നീട് തർഗൂസ് എന്ന് വിളിക്കപ്പെട്ടു. അപ്പൊ അതാണ് ബാബിലോണിന് ശേഷം വന്നിരിക്കുന്നത്. പിന്നെ പ്രവാസ യഹൂദന്മാർക്ക് വേണ്ടി ഹീബ്രു ബൈബിളിനെ പിന്നീട് ഗ്രീക്കിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനെ സെപ്തർജിന്റ് എന്ന് പറയുന്നു. പിന്നീട് ക്രിസ്തുമതത്തിന്റെ ആദ്യ നൂറ്റാണ്ടുകളിൽ സുറിയാനി സംസാരിക്കുന്ന ക്രിസ്ത്യാനികളുടെ സമയത്ത് സുറിയാനി പതിപ്പിനെ പഷീത്ത എന്ന് പറഞ്ഞിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം റോമാക്കാരുടെ സമയത്ത് ആ ലാറ്റിനിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. പിന്നെ ആ വിവർത്തനത്തിനെയാണ് വുൾഗാത്ത് എന്ന് പറയുന്നത്. പിന്നെ അതിനുശേഷം നമുക്ക് ആഡ് ചെയ്യാൻ പറ്റാവുന്നത് നമ്മുടെ ആദ്യത്തെ ഇന്ത്യൻ ബൈബിൾ വന്നത് തമിഴ് ബൈബിൾ ആയിരുന്നു. പിന്നെ നമ്മുടെ POC ബൈബിൾ, പിന്നെ നമ്മൾ ഇന്ന് കാണുന്ന ബൈബിൾ. അതാണ് ഒരു ഹിസ്റ്റോറിക്കലി വരുന്നത് ഏതൊക്കെയാണ് മെയിൻ പതിപ്പുകൾ എന്നുള്ള രീതിയിൽ. പിന്നീട് ഇത് നമ്മുടെ ആദ്യത്തെ എപ്പിസോഡുകളിൽ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ലേവ്യരുടെ പുസ്തകം നമ്മൾ ഇനിയും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അടുത്തതുകളിൽ. അതിലൊരു നമ്മൾ ആദ്യത്തെ 2-3 എപ്പിസോഡുകളിൽ പറഞ്ഞു പോയിട്ടുണ്ട്. ഈ ലേവ്യരുടെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള 3 തീർത്ഥാടന തിരുനാളുകളുണ്ട്. അത് ഏതെല്ലാമാണെന്ന്. അത് മെയിനായിട്ട് പെസഹ തിരുനാള്, പെന്തക്കോസ്ത തിരുനാൾ, അതുപോലെ തന്നെ കൂടാര തിരുനാൾ. അതിന്റെ കൂടുതൽ എക്സ്പ്ലനേഷൻ ഇനി വരുന്നുണ്ട്. ഇത്രയും. പിന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടി വന്നിരിക്കുന്നത് ഇതുവരെ ഉള്ളതിൽ നിന്ന്, ഏത് പ്രക്രിയയിലൂടെയാണ് ബൈബിളിലെ പുസ്തകങ്ങളിലെ കാനോനികമായിട്ട് അംഗീകരിച്ചിട്ടുള്ളത്? എന്തായിരുന്നു അതിന്റെ ഒരു ഓൺ വാട്ട് ബേസിസ്? അപ്പൊ അതിൽ ക്രൈറ്റീരിയ എന്തായിരുന്നു? അപ്പൊ അതിൽ പറയുന്നത് അപ്പസ്തോലിക കർത്തൃത്വം, അതായത് അപ്പസ്തോലിക് അതോർഷിപ്പ്, വൈഡ് സ്പ്രെഡ് യൂസേജ്, കൺസിസ്റ്റൻസി വിത്ത് ഡോക്ട്രിൻ, റെക്കഗ്നിഷൻ ബൈ കൗൺസിൽ ആൻഡ് എക്ലറ്റേഷ്യാസിൽ അപ്രൂവൽ. അതായത് അപ്പസ്തോലിക കർത്തവ്യം, അതിന്റെ വ്യാപകമായ ഉപയോഗം, പ്രാമാണികമായ സ്ഥിരത, കൗൺസിലുകളുടെ അംഗീകാരം, അതുപോലെ സഭയുടെ അംഗീകാരം. അപ്പൊ ആ ഒരു ബേസിസിലാണ് വിശുദ്ധ ബൈബിളിലെ പുസ്തകങ്ങളെ കാനോണികമായിട്ട് അംഗീകരിച്ചിട്ടുള്ളത്. അപ്പൊ ഇതാണ് നമുക്ക് ഇതുവരെ ഉള്ളതിൽ നിന്ന് മെയിൻ ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ബാക്കി ക്വസ്റ്റ്യൻസ് എനിക്ക് തോന്നുന്നു നമ്മുടെ ബാക്കിയുള്ള 5 എപ്പിസോഡുകളും ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ നിന്നാണ് ബാക്കി ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതുവരെയുള്ള 15 എപ്പിസോഡിൽ ഒരുവിധം എല്ലാ കാര്യങ്ങളും ലാസ്റ്റ് എക്സാമിന് വന്ന് കവർ ചെയ്ത് പോയിട്ടുണ്ട്. താങ്ക് യു. ഒരു ചെറിയ ഐഡിയ കിട്ടിക്കാണും എങ്ങനെയാണ് ക്വസ്റ്റ്യൻ പാറ്റേൺസ് ഒക്കെ വരുന്നത്. അതിൽ 1 വേർഡ് ക്വസ്റ്റ്യൻ, അതുപോലെ ഇന്ന് 1 വേർഡ് ക്വസ്റ്റ്യൻ്റെ ഒത്തിരി ഷിബിനും പറഞ്ഞു. അതൊക്കെ ഒന്ന് ഓർത്തിരിക്കുന്ന നല്ലതാണ്. അതിൽ നിന്നൊക്കെ വരാൻ സാധ്യത ഉണ്ട്. അതുപോലെ 2 or 3 സെന്റൻസസ് ഉള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, ദെൻ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. അപ്പോൾ അതിൽ ഒത്തിരി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകണ്ട. അതായത് കഴിഞ്ഞ ഇതിലുള്ളതിൽ ചിലർ ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യുക, അത് വേണ്ട. ഇപ്പോൾ 3 സെന്റൻസ് ആണെങ്കിൽ 3 സെന്റൻസ് മതി. അതുപോലെ അതിൻ്റെ പോയിന്റ്സ് മാത്രം എഴുതുക. അതുപോലെ പാരഗ്രാഫ് ആണെങ്കിലും ഒരു ഷോർട്ടായിട്ട് മതി. നീഡ് നോട്ട് എക്സ്പ്ലെയിൻ ടു മച്ച്. കാരണം ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ആൻസേഴ്സ് അതിൻ്റെ ജെന്യൂനിറ്റി കുറഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പോയിന്റിൽ മാത്രം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. വെരി ഗുഡ്. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും?
ലോച്ച കേൾക്കാമോ? അച്ഛൻ്റെ അത് സ്റ്റക്കായിട്ടിരിക്കുന്നു. ഓ, അച്ഛൻ മ്യൂട്ടാ. നിബു എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നുമില്ല. ചാച്ചനെ ഒരു 2 മിനിറ്റ് ഒന്ന് മിസ് ചെയ്തായിരുന്നു. അതെങ്ങനെ ഇതായിപ്പോയി. കുഴപ്പമില്ല. വേറൊന്നുമില്ല ചാ, വേറൊന്നും പറയാനില്ല. വേറൊന്നുമില്ല. അച്ഛൻ പറഞ്ഞ അവസാനത്തെ ഒരു മിനിറ്റ് എന്താ പറഞ്ഞ ഒന്നുകൂടെ പറഞ്ഞാൽ നല്ലതായിരിക്കും. വേറൊന്നും അവസാനം പറഞ്ഞതല്ലേ? അവസാനം പറഞ്ഞത് നമ്മുടെ ഇതാണ്, പ്രത്യേകിച്ച് ഓരോ 1 വേർഡ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, അതുപോലെ 2-3 സെന്റൻസസ് ആൻഡ് ദ പാരഗ്രാഫ്. അപ്പൊ അതിൽ നമ്മൾ ഷോർട്ടായിട്ട് പറയാം, കാരണം പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോരുത്. കാരണം ചിലതൊക്കെ ചില വേർഡ്സ് ആണ് അതിൽ അവർ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ആ വേർഡ്സ് കൊടുക്കുക. അതുപോലെ അതിന്റെ ക്രൈറ്റീരിയ എന്ന് ചോദിച്ചാൽ ക്രൈറ്റീരിയ 1, 2, 3, 4 ഷോർട്ടായിട്ട് മതി, നീ നോട്ട് എക്സ്പ്ലെയിൻ. അപ്പൊ ആ ഒരു രീതിയിൽ എടുക്കാം മിനിമം ഇതിൽ. അപ്പൊ നമ്മുടെ എക്സാം ഓൺലൈനിലാണ് നടക്കുന്നത്. സോ ടൈം അതുപോലെ അത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അത് നമ്മുടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓൺലൈനിൽ അവിടെ വെച്ച് നമ്മൾ നടത്തുന്നു, ഓരോ സെന്ററിൽ വെച്ചും. അത് 16-ാം തീയതിയാണ്, ഡിഫറെൻറ്റ് ടൈമിൽ. സോ അത് വലിയ ടെൻഷൻ ആകണ്ട. ടേക്ക് ഇറ്റ് ആസ് ഒരു സന്തോഷമായ ഒരു അനുഭവമായിട്ട് മാറുക. കാരണം ഇത് ബൈബിളാണ്, നമുക്കിതിൽ ആർക്കും മാർക്കിൻ്റെ അല്ല പ്രശ്നം. വി പാർട്ടിസിപ്പേറ്റ്, അതാണ് മോർ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഈ ബൈബിളിനോടുള്ള ഒരു സ്നേഹം, അത് വായിക്കാനുള്ള ഒരു അനുഭവം. ഇപ്പോൾ ഇന്ന് ഞങ്ങൾക്കും ഇപ്പോൾ ഇത് നടന്നുകൊണ്ടിരിക്കുക, ഈ പ്രാർത്ഥന മന്ത്ലി പ്രെയർ മീറ്റിംഗ് വീട്ടിൽ വെച്ചാണ് ഞാൻ ഇപ്പോൾ പങ്കെടുക്കുന്നത്. അപ്പോൾ അവിടെ ഇപ്പോൾ ഇന്ന് നോക്കിയാൽ എല്ലാവരും ഈ പരീക്ഷ എഴുതിയവരെല്ലാം ഇന്ന് ഷെയർ ചെയ്യുകയുണ്ടായി. അവരാണ് ഇപ്പോൾ ഇന്ന് ക്ലാസ് കൊടുത്തത്. അപ്പൊ അങ്ങനെ ആ ഒരു അനുഭവം കിട്ടുന്നു. അതാണ് ഇതിന്റെ ഒരു നമുക്ക് ഒരു എഫക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇമ്പാക്റ്റ് ആയിട്ട് വരേണ്ടത്. അതൊരു ഔട്ട്കം അതാണ്. സോ വി ബിക്കം ദ പ്രൊക്ലൈമേഴ്സ്. ഒരു പൗലോസ് അപ്പോസ്തലനെ പോലെ വചനം പറയാനുള്ള ഒരു ദൈവകൃപ നമുക്ക് കിട്ടും. അത് നമ്മുടെ കഴിവുകൊണ്ടല്ല, വി റിസീവ് ദ ബ്ലെസ്സിങ് ഫ്രം ഗാഡ്. അപ്പൊ ആ ഒരു ഇതിനു വേണ്ടിയാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. ഈ വർഷം നമ്മൾ ഭജനം ആഘോഷിക്കുന്നത് അതുവേണ്ടിയാണ്, അല്ല പരീക്ഷ അല്ല. പരീക്ഷ ജസ്റ്റ് അതിന്റെ ഒരു ഭാഗമായിട്ട് വരുന്നതേ ഉള്ളൂ. അപ്പൊ ആ ഒരു രീതിയിൽ എടുക്കുക ഒന്ന്. രണ്ടാമത്, ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞായിരുന്നു, കഴിഞ്ഞ ആഴ്ച ഇനി ഈ അതിനുള്ള ഒരു ട്രെയിനിങ് കൂടെ ഉണ്ട്. ഇപ്പൊ ഇവർക്ക് ഇവിടെ ഇപ്പൊ എൻ്റെ ബ്രിസ്ബനിലും അവർക്ക് നല്ല താല്പര്യമായി അത് ഒന്ന് ട്രെയിനായി അവർക്കും ഈ പറയാനും. നേരത്തെയൊക്കെ ഫ്രണ്ടിൽ വരാൻ അവർക്ക് വിഷമമായിരുന്നു. ഇപ്പൊ ഇന്ന് ഒരുപാട് പേര് അവര് വചനവും കൊണ്ടുവന്ന് ഇന്ന് വായിച്ച വചനത്തിന്, അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു വചനത്തിന് ഇത് ലക്ഷ്യോ ഡിവിന രീതിയിൽ അവരത് ഷെയർഡ്. അപ്പോൾ അങ്ങനെ നമുക്ക് അതിനുള്ള ഒരു ട്രെയിനിങ് അത് ഓൺലൈനിലാണ്. വി ക്യാൻ ഹാവ് ഇറ്റ് ഇൻ എ ഡിഫറെൻറ്റ് ടൈം. അപ്പോൾ അതും താല്പര്യമുള്ള ആളുകൾ അതിൽ നിങ്ങളുടെ പേര് ഒന്ന് അതിൽ മെൻഷൻ ചെയ്യുക. സോ വി വിൽ ഓർഗനൈസ് സം ഡേയ്സ് ഫോർ ദാറ്റ്. അപ്പോൾ അത് ഏറ്റവും പ്രധാനമാണ്. പരീക്ഷ കഴിയുമ്പോൾ നമ്മൾ എല്ലാ കമ്മ്യൂണിറ്റിയിൽ നിന്നും ഒരു 2-3 പേരെങ്കിലും സ്ട്രോങ് ആയിട്ട് ഇതിൻ്റെ ഒരു നമ്മുടെ പ്രെയർ മീറ്റിങ്ങുകളിലൊക്കെ അച്ഛന്മാർ മാത്രമല്ല, അവർ വചനം എടുത്ത് പറയാനും അങ്ങനെയുള്ള ഒരു കഴിവുണ്ടാകണം. മേ ബി ഇൻ 10 years ടൈം ഇത് കൺവെൻഷൻ നടത്തുന്ന രീതിയിൽ തന്നെ നമുക്ക് വരാൻ സാധിക്കും, നമ്മുടെ ലീഡിങ് കൺവെൻഷൻ. അപ്പോൾ അതാണ് ഒരു ലോങ് ടേം വിഷനായിട്ട് നമ്മൾ കാണേണ്ടത്, ഗോളായിട്ട് കാണേണ്ടത്. So thank you very much for everyone participate in this episodes, especially ഇതെല്ലാം നല്ലതുപോലെ പ്രിപ്പയർ ചെയ്ത്. പ്രത്യേകിച്ച് ഇന്ന് ഷിബിൻ ഒത്തിരി ഇതൊക്കെ എടുത്തു. ഐ റിയലി അപ്രിഷിയേറ്റ്. അപ്പോൾ അതുപോലെ എല്ലാവരെയും, ഇനി ചെയ്യാനിരിക്കുന്നവരെയും ചെയ്തവരെയും എല്ലാവരെയും ഞാൻ സ്നേഹത്തോട് അഭിനന്ദിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. ആൻഡ് നിബു, താങ്ക് യു. നിബു ഓഡിയോ എല്ലാം ഇട്ടിട്ടുണ്ട്. So if anybody missed or anybody wants to hear it again, you can go through that. വണ്ടിയിൽ പോകുമ്പോഴോ എനി ടൈം യു ക്യാൻ പുട്ട് ഇറ്റ്. നമുക്കൊരു ചെറിയ പ്രാർത്ഥന ചൊല്ലാം. ആരായിരിക്കും ഇന്നൊരു പ്രാർത്ഥന ചൊല്ലുന്നത്? ഇതിൽ ഗ്രൂപ്പിലുള്ള ഒരാള് നമുക്ക് ജിജി ഒരു പ്രാർത്ഥന ചൊല്ലാമോ? ജിജി സാജൻ. ഓക്കെ അച്ഛാ. വെരി ഗുഡ്. മഹാകാരുണ്യവാനായ ദൈവമേ, ഈ സന്ധ്യാസമയത്ത് ഞങ്ങളെല്ലാവരെയും
ഒരു സെയിം പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ച് ചേർത്ത് അങ്ങയുടെ വചനം പഠിക്കുവാനുള്ള അവസരം ഒരുക്കി തന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈശോയെ നന്ദി. എത്ര വർണ്ണിച്ചാലും ഈശോയുടെ സ്നേഹത്തിന് പകരമായി നമുക്ക് കൊടുത്താൽ മതിയാവില്ല. ഈശോയെ ഈ ക്ലാസ്സിൽ ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുവാനായിട്ട് പ്രയത്നിച്ച എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇതിനുവേണ്ടി ഞങ്ങളെ നയിക്കുന്ന അച്ഛനെയും ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഈശോനാഥ, ഞങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയിട്ടുള്ള തെറ്റുകളെ ഓർത്ത് ആത്മാർത്ഥമായി പശ്ചാത്തപിച്ചുകൊണ്ട് അങ്ങയുടെ കരുണയ്ക്ക് വേണ്ടി യാചിക്കുന്നു. ഈശോയെ, ഞങ്ങൾ എഴുതാൻ പോകുന്ന പരീക്ഷയിൽ ഞങ്ങൾ പഠിക്കുന്ന ഓരോ വചനങ്ങളും അങ്ങയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാനും ആഴത്തിൽ അങ്ങയെ മനസ്സിലാക്കി അങ്ങയോട് ഏറ്റവും സ്നേഹത്തോടുകൂടി ചേർന്ന് നിന്ന് ആരാധനയിൽ പങ്കെടുക്കുവാനും എല്ലാം പരിശുദ്ധാത്മാവിന്റെ കൃപ നൽകി പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളെ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ടതിനായി സ്തോത്രം. യേശുവേ നന്ദി. നാഥ സ്തോത്രം. വെരി ഗുഡ്. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടെ നീ സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഞങ്ങളുടെ അപേക്ഷിക്കണമേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും ആവാസ് നമ്മുടെ മേലും നമ്മുടെ ഭവനങ്ങളിലും കുടുംബങ്ങളിലും ദൈവവചനം വഴിയായുള്ള മഹത്വത്തിന് വേണ്ടിയും എന്നേക്കും. ആമേൻ. താങ്ക് യു. താങ്ക് യു. താങ്ക് യു.